ഓക്കെ. ഹലോ ഹലോ സാറേ, യെസ് യെസ്, എന്താണ് സാറേ? ചോദിച്ചോളൂ. ഹലോ, ചോദിക്കും സാറേ ചോദിക്കും. എന്താ താഴെ എഴുതി കാണിക്കണ എന്താ ഇ വേ ബില്ലും ഈ ഇൻവോയ്സ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല 20-ാം തീയതി? ആരാണ്? ഒരു റെഡ് നിറത്തിൽ എഴുതി കാണിക്കണ്ടല്ലോ സൈറ്റില്. സൈറ്റിനകത്ത് എഴുതി കാണിക്കുന്നുണ്ടല്ലോ 20-ാം തീയതി ഇ വേ ബില്ലും ഇൻവോയ്സ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവിടെ മെയിൻ്റെനൻസ് ഇവിടെ നടക്കുകയെന്ന് പറഞ്ഞിട്ട് എഴുതി. ആ, ഇവിടെ അല്ല. ദിസ് ഈസ് ടു ഇൻഫോം ദാറ്റ് ദർ വിൽ ബി ഡൗൺ ടൈം ഓഫ് ഇ-വേ ബിൽ ആൻഡ് ഇ ഇൻവോയ്സ് സിസ്റ്റം ഓൺ ട്യൂസ്ഡേ, അതായത് നാളെ അല്ലേ, നാളെ 20th February 24 ഫ്രം ഓക്കെ 3 മുതൽ 2:30 വരെ രാത്രി അല്ലേ? രാത്രിയാണല്ലേ? അതായത് സൈറ്റിലെ അർജന്റ് മെയിൻ്റെനൻസ് ആക്ടിവിറ്റി, അതായത് സൈറ്റിനകത്ത് ഒരു മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറിന്റെ കേസല്ലേ ഉള്ളൂ. 12:30 മുതൽ 12:30 2:30 വരെ രാത്രി അല്ലേ? കുഴപ്പമുണ്ടാവില്ല. രാത്രി. ഓക്കെ, അത് സൈറ്റിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ടാണ്. അത് ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ സർവീസിൽ രജിസ്ട്രേഷനിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, സർവീസിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നോട്ട്സ് ബുക്ക്, നിങ്ങൾ എഴുതുന്ന നോട്ട് ബുക്കിനകത്ത് ഒരു ഭാഗത്ത് എഴുതി വെക്കുക ഡോക്യുമെന്റ്സ് നീഡഡ്, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ആവശ്യമുള്ളത് എന്നൊരു ഭാഗത്ത് എഴുതി വെക്കുക. ബാക്കിയുള്ള ഭാഗത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ കണ്ടുപോകാം. അപ്പൊ എന്തൊക്കെ, അപ്പം നിങ്ങൾ ഞാൻ ഓരോ ഡോക്യുമെന്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. ഓരോ സമയത്തുമ്പോൾ ഇന്ന ഡോക്യുമെന്റുകൾ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എഴുതി വെക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, ഒരു GST എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും പാൻ കാർഡ് ഉണ്ടായിരിക്കണം. പാൻ കാർഡ്, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഇത് മൂന്നുണ്ടെങ്കിലാണ് നമുക്ക് GSTയുടെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു പാൻ കാർഡ്, ഇമെയില്, മൊബൈല്, ഇത് മൂന്നുണ്ടെങ്കിലാണ് നമുക്ക് ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് മൂന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം രജിസ്ട്രേഷനിൽ പോവാം. ഐ ആം എ എന്നുള്ളടത്ത് ശ്രദ്ധിക്കണേ. ഐ ആം എ എന്നുള്ളടത്ത് ടാക്സ് പെയർ എന്ന് സെലക്ട് ചെയ്യാം. ഐ ആം എ എന്നുള്ളടത്ത് ടാക്സ് പെയർ എന്ന് സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് എന്നുള്ളടത്ത് ആർക്കാണോ എടുത്തു കൊടുക്കുന്നത് അവരുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഡിസ്ട്രിക്ട് എന്നുള്ളടത്ത് ആർക്കാണോ എടുത്തു കൊടുക്കുന്നത് അവരുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. ഉദാഹരണം, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ GST എടുക്കുന്നതെങ്കിൽ ഇവിടെ ടാക്സ് പെയർ എന്ന് സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കാം. ഡിസ്ട്രിക്ട് മലപ്പുറം എന്ന് കൊടുക്കാം. ഡിസ്ട്രിക്ട് മലപ്പുറം എന്ന് കൊടുക്കാം. ലീഗൽ നെയിം ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ കാർഡിൽ എങ്ങനെയാണോ എന്റെ പേരുള്ളത് അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാം. പാൻ കാർഡിൽ എങ്ങനെയാണോ ഇവന്റെ പേരുള്ളത് അതുപോലെ ടൈപ്പ് ചെയ്യാം. പാൻ കാർഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് കൊടുക്കണം. ഫാദറിന്റെ പേര് ഒന്നിച്ച് പാൻ കാർഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കണം. അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കണം. പാൻ കാർഡിലും നമ്മൾ കൊടുത്ത പാൻ കാർഡിൽ നെയിമും പാൻ കാർഡിന്റെ നമ്പറും ഉണ്ടെങ്കിൽ മിസ്മാച്ചിങ് കാണിക്കും. പിന്നീട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പാൻ കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ നെയിം മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യാം. ഫാദറിന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റർ ചെയ്യാം. കുടുംബ പേരുണ്ടെങ്കിൽ അതുപോലെ എൻ്റർ ചെയ്യാം. സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് അതേപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കാം. ഓക്കെ, പാൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കാം. പാൻ കാർഡിന്റെ നമ്പറിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റി കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഒരു മാർക്ക് കാണിക്കും, അത് തെറ്റാണെന്ന് തന്നെ കാണിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പാൻ കാർഡ് നമ്പർ ഇതേപോലെ അടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇമെയിൽ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാം. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കാം. ഈ രീതി ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. അതിനുശേഷം താഴത്ത് കാണുന്ന ഈ ഒരു ക്യാപ്ച ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാ കൊടുത്തത്? ന്യൂ രജിസ്ട്രേഷനിൽ ടാക്സ് പെയർ എന്ന് സെലക്ട് ചെയ്തു, സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്തു, ഡിസ്ട്രിക്ട് മലപ്പുറം എന്ന് സെലക്ട് ചെയ്തു, പാൻ കാർഡിൽ ഉള്ളതുപോലെ നെയിം അതുപോലെ തന്നെ കൊടുത്തു, പാൻ കാർഡിന്റെ നമ്പർ ടൈപ്പ് ചെയ്തു, എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്തു, മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തു. അതിനുശേഷം താഴത്ത് കാണുന്ന ക്യാപ്ച ഇതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നേരെ ഈ ഒരു ടാബിലേക്ക് വരും.
ഇനി നമുക്ക് എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടെങ്കിൽ CBDT ഡാറ്റയുമായി ബന്ധപ്പെട്ട്, അതായത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിനകത്തേക്ക് വരില്ല. അപ്പൊ ഇവിടെ ഹലോ സാർ, ഹലോ, സാറേ യെസ്, സ്ക്രീനിൽ ലേശം കൂടി ഒന്ന് നീക്കണ്ട, ഈ സൈഡ് കാണുന്നില്ല. എവിടെയാണ് കാണാത്തത് സാറേ? ഈ ലെഫ്റ്റ് സൈഡേക്ക് ഈ ഭാഗത്തേക്ക് കുറച്ച് കാണുന്നില്ല. ആർക്കെങ്കിലും കാണാത്ത കുഴപ്പമുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. സ്ക്രീൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് പറയാം, ഉണ്ടോ? ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇല്ലല്ലോ. അത് നിങ്ങളെ സ്ക്രീനിലില്ലേ സൂം ചെയ്താണെങ്കിൽ ചിലപ്പം സൂം ഒന്ന് ഔട്ട് ഇത് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വലിച്ചാൽ അങ്ങനെ. ഇപ്പൊ ഉദാഹരണം ഒരു ഇതാണെങ്കിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വലിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടുമല്ലോ. സെറ്റ് അല്ലേ? ഇനി ശ്രദ്ധിക്കാം. അപ്പൊ നമ്മള് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ എന്റെ നമ്പറാണ് കൊടുത്തത്, അതുകൊണ്ട് എനിക്കൊരു OTP വന്നിട്ടുണ്ട്. ആ OTP ഞാൻ ഇവിടെ ഇതേപോലെ ടൈപ്പ് ചെയ്തു. ഇനി ഇതേപോലെ ഇമെയിലിലേക്ക് ഞാൻ OTP വിട്ടിട്ടുണ്ട്. ആ ഇമെയിൽ വന്ന OTPയും ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പൊ എന്ത് മനസ്സിലായി? ഒരു GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇമെയിലും വേണം, മൊബൈലും വേണം. അതായത് OTP വരുന്ന രീതിയിലുള്ള ഇമെയിലും വേണം, മൊബൈൽ നമ്പർ വേണം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? GSTയിലെ ആദ്യത്തെ ഭാഗം പാർട്ട് എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് വന്ന OTPയും കൂടി ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇത് രണ്ടും അടിച്ചു കൊടുത്തതിന് ശേഷം നേരെ പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വന്നു, യു ഹാവ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് പാർട്ട് എ. GST രജിസ്ട്രേഷന്റെ ഒന്നാം ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ ടെമ്പററി റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറാണ് എന്ന് പറയാം. ഈ നമ്പർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ നമ്പർ ഉപയോഗിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ഈ നമ്പർ എന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും, ഇമെയിലിലേക്ക് വന്നിട്ടുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. സർവീസിൽ പോകുന്നു, രജിസ്ട്രേഷനിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്യുന്നു, പ്രൊസീഡ് കൊടുക്കുന്നു, OTP അടിക്കുന്നു. OTP അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെമ്പററി റെഫറൻസ് നമ്പർ കിട്ടും. TRN നമ്പർ, ടെമ്പററി റെഫറൻസ് നമ്പർ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ന്യൂ രജിസ്ട്രേഷന്റെ ഇപ്പുറത്ത് ഒരു ബോക്സ് ഉണ്ട്, ടെമ്പററി റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ടെമ്പററി റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എൻ്റെ ടെമ്പററി റെഫറൻസ് നമ്പർ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം താഴത്ത് കാണുന്ന ക്യാപ്ച ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. താഴത്ത് കാണുന്ന ക്യാപ്ച ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇമെയിലിലേക്ക് മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും വന്ന് ഒന്ന് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇമെയിലിലേക്കും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മൊബൈലിലേക്കും വന്നിട്ടുണ്ട്. ഞാൻ മൊബൈലിലേക്ക് വന്ന ഒരു സംഭവം ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ GSTയുടെ പാർട്ട് എ നമ്മൾ ഫില്ല് ചെയ്തു. പാർട്ട് ബി ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. ഓക്കെ, പാർട്ട് ബി നമ്മൾ എന്ത് ചെയ്യാണ്? ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടി. ഇതിൽ ക്രിയേഷൻ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് GST REG 01 എന്ന് പറഞ്ഞ ഒരു ഫോമാണ്. ഈ ഫോമിന് വിളിക്കുന്ന പേരാണ് അപ്ലിക്കേഷൻ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് 5/3/2024 ആണ്. അതായത് വൺസ് നമ്മൾ ഒരു GST രജിസ്ട്രേഷന്റെ പാർട്ട് എ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ബി നമ്മൾ 15 ദിവസത്തിനകം കംപ്ലീറ്റ് ചെയ്തോളണം. പാർട്ട് എ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ പാർട്ട് ബിയും നമ്മൾ ഫില്ല് ചെയ്യണം. 15 ദിവസത്തിന് ശേഷമാണ് 15 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ പാർട്ട് ബി ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പാർട്ട് എയും എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. വീണ്ടും എവിടെ നിന്ന് തുടങ്ങണം? പാർട്ട് എ ഫില്ല് ചെയ്ത് ഇങ്ങനെ തന്നെ പോകണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം വലത് ഭാഗത്ത് കാണുന്ന ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. ഓക്കെ, ഇതാണ് GST രജിസ്ട്രേഷന്റെ പാർട്ട് ബി എന്ന് പറഞ്ഞ ഭാഗം. ക്ലിയർ ആയോ? GST രജിസ്ട്രേഷന്റെ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഇതാണ്. ഇതിനകത്ത് ജസ്റ്റ് നോക്കാം, 10 ബോക്സുകളാണുള്ളത്. ഒന്നാമത്തത് ബിസിനസ് ഡീറ്റെയിൽസ്,
രണ്ടാമത്തത് പ്രൊമോട്ടർ ഓർ പാർട്ട്നേഴ്സ് ഡീറ്റെയിൽസ്, ഓതറൈസ് സിഗ്നേറ്ററി, സ്പീഡ് കൂടി പോകണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇതിന്റെ ജസ്റ്റ് സ്പീഡ് ഒന്ന് കൂട്ടണ്ടേ സാർ? സ്പീഡ് കൂടി പോയോ? കൂടുണ്ടോ? പാർട്ട് ബി. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കോളേ. ആദ്യത്തെ പാർട്ടിയെ ഫില്ല് ചെയ്യുന്ന നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ. ഇനി പാർട്ടി ബിയിലേക്ക് എത്തി. നമ്മള് പാർട്ടി ബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതായത് 10 ബോക്സുകളുണ്ട്. ബിസിനസ് ഡീറ്റെയിൽ, പ്രൊമോട്ടറുടെ ഡീറ്റെയിൽ, സിഗ്നേറ്ററി, ഓതറൈസർ, ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇതില് ബിസിനസ് ഡീറ്റെയിൽ, ഓക്കെ, ഇതിന് മുമ്പായിട്ട് അപ്ലിക്കേഷൻ ടൈപ്പ് ന്യൂ രജിസ്ട്രേഷൻ ആണ്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 5/3 ആണ്. 5/3 ഇത് ഫില്ല് ചെയ്യണം. എപ്പോഴാണ് ലാസ്റ്റ് മോഡിഫൈ ചെയ്ത് അതിന്റെ ഡേറ്റ് ഇവിടെ വരും. നിങ്ങളുടെ പ്രൊഫൈലുണ്ട് 0%. അതായത് നമ്മൾ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രൊഫൈൽ ഇത്ര പെർസെൻറ്റേജ് ഓക്കെ ആണെന്നൊക്കെ പറയാറില്ലേ? അതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രൊഫൈൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് ആ സംഭവമാണ് എന്ത് ചെയ്യണത് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ബിസിനസ് ഡീറ്റെയിൽസ് ആണ്. ബിസിനസ് ഡീറ്റെയിൽസ് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യണത്? ഓക്കെ, എൻ്റർ നെയിം, നമ്മുടെ ബിസിനസിന്റെ നെയിം കൃത്യമായിട്ടും ഇവിടെ കൊടുക്കുക. ഞാനൊരു YKP ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചോളൂ. YKP ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ ഞാനിവിടെ YKP ട്രേഡേഴ്സ് എന്ത് ചെയ്യാം? ഇവിടെ അടിച്ചു കൊടുക്കാം. എൻ്റെ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ കൃത്യമായിട്ടും അടിച്ചു കൊടുക്കാം. അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഭാഗമൊന്നുമല്ല. പക്ഷെ പല ബിസിനസ്സുകളുടെയും GST എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ബിസിനസ്സുകളുടെയും GST എടുക്കുന്ന സമയത്ത് അവരുടെ പേരിന് പകരം, അല്ലെ, ആ ഒരു ബിസിനസിന്റെ പേരിന് പകരം ചില സമയത്ത് എന്തുണ്ടാവും അറിയോ? ഈ ഒരു വ്യക്തിയുടെ പേരൊക്കെ കാണും, ഇല്ലേ? ചിലപ്പം ചില GST സ്ഥാപനത്തിൽ നിൽക്കുന്ന ആർക്കറിയാം, സ്ഥാപനത്തിലേക്ക് അവരുടെ പേരായിരിക്കും കാണിക്കുന്നുണ്ടാവും. സ്ഥാപനത്തിന്റെ പേരുണ്ടാവില്ല, വ്യക്തികളുടെ പേരുണ്ടാവും. ഉദാഹരണം, എന്റെ യൂനിസെലിൻ എന്ന് പറഞ്ഞ പേരായിരിക്കും ചിലപ്പോൾ എൻ്റെ ഉണ്ടാവുക. അപ്പൊ ആ ഒരു GST കാണുന്ന സമയത്ത് നമുക്കൊരു സുഖം ഉണ്ടാവില്ല, അല്ലെ? ഇങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ചില ആൾ GST എടുത്ത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം പേരിലൊക്കെ വരും. അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ഹലോ, ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാം. ഇല്ലേ? സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആരും ഇല്ല നിലവിൽ? ഏതെങ്കിലും അക്കൗണ്ട് സ്ഥാപനങ്ങളിൽ എവിടെ മനുഷ്യന്മാരെ? കാജ് ഹുസൈൻ എവിടെ ഇല്ലേ? എന്തായിരുന്നു? 2 സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരാള് എസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എസ് എന്ന് ടൈപ്പ് ചെയ്യാൻ ആരാണ്? നമ്മളെ കാജ് ഹുസൈനൊക്കെയാ? അതല്ല, അയാൾ മൂപ്പരാ കൊടുത്തത്. ഞാൻ പറയാണ് ചെയ്തത്. എന്റെ സ്റ്റാറ്റസിന്റെ പേര് MH. നിങ്ങള് MH അല്ലേ? നിങ്ങൾ ഉണ്ടെങ്കിൽ പോസിറ്റീവോ വൈബാട്ടോ. നിങ്ങൾ എപ്പോഴും വേണട്ടെ, ഇടയ്ക്ക് എല്ലാ മീറ്റിങ്ങിലും കയറണം നിങ്ങളെ. ആയിക്കോട്ടെ, രസം കണ്ടോ? നമ്മളിങ്ങനെയാണോ? നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്. അതെ അതെ. കറണ്ട് അക്കൗണ്ടിൽ പോയിട്ട് എന്റെ പേര് കാണാനില്ലാതെ ചോദിച്ചു ബാങ്കുകാരനോട്. സ്ഥാപനത്തിന്റെ പേരേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ പോയിക്കോ പറഞ്ഞവര്. ഓക്കെ, നൈസ്. ഓക്കെ, ശരി. അപ്പോഴേ മിക്കവാറും ചില സ്ഥാപനങ്ങളിൽ GST, ഇപ്പൊ എനിക്കൊരു GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. ബിസിനസ് നെയിം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ സ്വന്തം പേര്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രേഡ് നെയിം എന്നുള്ളിടത്ത് നമ്മൾ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന പോലെ ട്രേഡ് നെയിം എന്നുള്ളിടത്ത് ഞാൻ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. മാൻഡേറ്ററി ഭാഗമൊന്നുമല്ല, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യില്ല, ചില ആളുകൾ ഇതിന് പേര് കൊടുക്കില്ല. അത് ഇങ്ങനെ ജസ്റ്റ് മാൻഡേറ്ററി അല്ലല്ലോ, അതുകൊണ്ട് അടിച്ച് വിട്ടുപോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന്റെ പേര് തന്നെ യൂണിസെല്ലിംഗ് കെ എന്നാവും. ക്ലിയർ ആയിട്ട്? അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസിന്റെ നെയിം കൃത്യമായിട്ടും ഇവിടെ കൊടുത്തോളാം. അപ്പൊ ഡോക്യുമെന്റ്സ് എന്നുള്ളിടത്ത് നിങ്ങൾ ബിസിനസ് നെയിം എന്ന് എഴുതി വെച്ചോളൂ. അവരോട് കൃത്യമായിട്ടും ചോദിക്കണം നിങ്ങളുടെ ബിസിനസിന്റെ പേരെന്താ എന്നുള്ളത് കൃത്യമായി ചോദിക്കണം. ആ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ്. നിങ്ങളുടെ ബിസിനസിന്റെ ഭരണഘടന എങ്ങനെയാണ്? അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, കമ്പനിയാണോ? കമ്പനി ആണെങ്കിൽ തന്നെ ഏത് കമ്പനി? പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണോ, ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ, സൊസൈറ്റി ആണോ, ക്ലബ് ആണോ, ട്രസ്റ്റ് ആണോ, പിന്നെ എങ്ങനെയാണോ, അൺലിമിറ്റഡ് കമ്പനിയാണോ, എന്താണോ നിങ്ങളുടെ ഒരു ബിസിനസിന്റെ നാച്ചർ, അതിനനുസരിച്ച് ചെയ്യാം.
HUF ആണോ, അൺഡിവൈഡ് ഫാമിലി ആണോ, ഫോറിൻ, ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, LLP ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, കമ്പനി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? ഇവിടെ ഞാൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരിലാണ് ഈ ഒരു GSTയുടെ രജിസ്ട്രേഷൻ പാർട്ടിയെ ഞാൻ ഫിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എടുത്തിട്ട് മുമ്പോട്ടേക്ക് പോകാനാണ് കഴിയുക. ക്ലിയർ ആയോ? ഇനി ഞാനിവിടെ എൻ്റെ കമ്പനിയുടെ പാൻ നമ്പർ ഉപയോഗിച്ചാണോ GST എടുക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, LLP ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയല്ലോ? ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വാർണിംഗ്, പാൻ പ്രൊവൈഡഡ് ഇൻ എ പാർട്ട് ഈസ് നോട്ട് മാച്ച് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ്. അതായത് ഒന്നാമത്തെ ഭാഗമല്ലേ, പാൻ എ ഫില്ല് ചെയ്യുന്ന, പാർട്ടിയെ ഫില്ല് ചെയ്യുമ്പോൾ കമ്പനിയുടെ പാൻ കാർഡാണ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇൻഡിവിജ്വൽ കൊടുത്തോണ്ടാണ് എനിക്കിവിടെ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യണം, മുമ്പോട്ടേക്ക് പോകണം. അപ്പൊ നിങ്ങളുടെ ബിസിനസ് പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അതുപോലെ പോകാം, പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതുപോലെ പോകാം, കമ്പനി ആണെങ്കിൽ അതുപോലെ പോകാം. ഏതാണോ ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി അഡീഷണൽ ട്രേഡ് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ചില ബിസിനസ്സിൽ ഒന്നിലധികം പേരുകളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ടേക്ക് പോകാം. പക്ഷെ ഈ ഭാഗം മാൻഡേറ്ററി ആയിട്ടുള്ള ഭാഗമല്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും ഫില്ല് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ക്ലിയർ ആയില്ലേ? ഇനി നെയിം ഓഫ് ദ സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് മലപ്പുറം, ഈ രണ്ട് സംഭവം വന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ട് ബോക്സുകളുണ്ട്. ആർ യു അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ആസ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ഓപ്റ്റിംഗ് ഫോർ കമ്പോസിഷൻ. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. നിലവിൽ ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് എന്താണെന്നുള്ളത്, കാഷ്വൽ ടാക്സബിൾ എന്താണ്, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോവേണ്ടത്, കമ്പോസിഷൻ സ്കീമിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെഷനിൽ പഠിക്കും പിന്നീട്. ഓക്കെ. ഇനി അടുത്തത് റീസൺ ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ. നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ്. ഇപ്പൊ 2-3 റീസൺസ് ഞാൻ പറയാം. ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞു, 40 ലക്ഷം രൂപയുടെ മുകളിൽ ടേൺ ഓവർ ഉള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആള്, 20 lakhsന്റെ മുകളിൽ സർവീസ് ഡീൽ ചെയ്യുന്ന ആളുകൾ. ഇനി നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് ആളുകളുണ്ട്, ഇ-കൊമേഴ്സ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് നിർബന്ധമായിട്ടും ചെയ്യണം. OTT പ്ലാറ്റ്ഫോം ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഇൻഡസ്ട്രിയൽ സപ്ലൈ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഇൻഡസ്ട്രിയൽ സപ്ലൈ ഇനി ഇവിടെ സെലക്ട് ചെയ്ത ഇഷ്ടംപോലെ ഓപ്ഷൻ കാണാം. ക്രോസിംഗ് ദ ത്രെഷോൾഡ് ലിമിറ്റ്, മെർജിംഗ്, ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വോളണ്ടറി ബേസിസിൽ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൽ ഞാൻ ഒരു ഓപ്ഷൻ തൽക്കാലികം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഫസ്റ്റ്, ക്രോസിംഗ് ദ ത്രെഷോൾഡ് ലിമിറ്റ്. അതായത് ഒരു ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആള് 40ന്റെ മുകളിൽ എക്സസ് ആയി, സർവീസ് ഡീൽ ചെയ്യുന്ന ആള്, ഇങ്ങനെ ഏതോ ഒരു റീസൺ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നത് എന്ന് വിചാരിക്കാം. നിങ്ങളെ മുമ്പിൽ വന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നമ്മൾ എടുക്കണം. അപ്പോൾ 40 lakhs ഇയർലി ആണോ? യെസ് ഇയർലി ആണ്. അതായത് ആഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ് ത്രെഷോൾഡ് ലിമിറ്റ് എന്നാണ് പറയാം. അതായത് ഒരു വർഷത്തിലെ മൊത്തം സെയിൽസ് ഞാൻ പറഞ്ഞ എമൗണ്ടിന് മുകളിലായി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യണത്, GST എടുക്കണത്. അല്ലെങ്കിൽ നമുക്ക് GSTയുടെ ബാധ്യതയില്ല. തെറ്റല്ലേ? ഓക്കെ അല്ലേ? ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മൊത്തം സെയിൽ. അപ്പൊ എന്താണ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെ പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ടേൺ ഓവർ? 2-3 ആളുകൾ കൂടി റിമൂവ് ചെയ്യാണ്ട്. വാട്ട് ഈസ് ടേൺ ഓവർ? എന്താണ് ടേൺ ഓവർ? സെയിൽസ്, സെയിൽ, മൊത്തം സെയില് എക്സ്ക്ലൂഡിംഗ് ടാക്സ്. എക്സ്ക്ലൂഡിംഗ് ടാക്സ്, അതായത് മൊത്തം സെയിൽസ് അല്ലേ? സെയിൽസിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയാം. ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ച് എമൗണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു ആഗ്രിഗേറ്റ് ടേൺ ഓവർ 40ന്റെയോ 20യുടെ മുകളിൽ കയറി കഴിഞ്ഞാലാണ് GSTയുടെ ബാധ്യത വരുന്നത്. അല്ലാത്ത രീതിയിൽ നമുക്ക് എന്തില്ല, നമുക്ക് ഇതിന്റെ ബാധ്യത വരുന്നില്ല. ക്ലിയർ ആയില്ലേ? ഇനി ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു റീസൺ ഇവിടെ സെലക്ട് ചെയ്തു. അങ്ങനത്തെ ഒരു റീസൺ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് കമ്മിങ്, എന്നാണ് ഈ ഒരു പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഡേറ്റ്, ഇപ്പൊ ഞാൻ 2023 അല്ലെങ്കിൽ ഞാൻ 2020 ഇന്ന ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ ഒരു ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, നമ്മുടെ ബിസിനസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഡേറ്റ് ഓൺ വിച്ച് ലാബിലിറ്റി ടു രജിസ്റ്റർ അറൈസസ്, എന്ന് മുതലാണ് ഞങ്ങൾക്ക് GST എടുക്കാൻ ബാധ്യത വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉദാഹരണം, ഇന്ന് മുതലാണ് എനിക്ക് ബാധ്യതയെങ്കിൽ
ഞാൻ ഇന്നത്തെ ഡേറ്റ് എന്ത് ചെയ്യാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്ന് മുതലാണ് ബാധ്യത എന്നെങ്കിൽ ഞാൻ ഇന്നത്തെ ഡേറ്റ് എന്ത് ചെയ്യുന്നു ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ആദ്യം ഇവിടെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഡേറ്റ് ഓർമ്മിച്ച് എന്നാണ് ബാധ്യത വരുന്നത്. ഇനി ഒരാൾ 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ എപ്പോഴാണോ എത്തുന്നത് അത് കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്തോളണം? GST എടുത്തോളം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. വൺസ് നിങ്ങൾ ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തോളണം? GST എടുത്തോളണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഒഫൻസ് ആൻഡ് പെനാൽറ്റീസിൽ വരും. നിങ്ങൾ അതിന് പെനാൽറ്റി നിങ്ങൾ അടക്കേണ്ടി വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒന്നും ചെയ്യാനില്ല. ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്? സേവിന് കണ്ടിന്യൂ അടിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. ഓക്കെ, നമ്മുടെ പ്രൊഫൈലിന്റെ 14% കംപ്ലീറ്റ് ആയി. മാത്രമല്ല ബിസിനസിന്റെ ഡീറ്റെയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബിസിനസ് ഡീറ്റെയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഡോക്യുമെന്റിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? പാൻ കാർഡ്, ഇമെയിൽ, മൊബൈല്, പിന്നെ എന്തൊക്കെയാണ് ബിസിനസ് ഡീറ്റെയിൽസ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത്? ട്രേഡ് നെയിം ആവശ്യമുണ്ട്. എന്നാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് നമ്മൾ GST എടുക്കാൻ വേണ്ടി പോകുന്നത്? ആ റീസണും നമുക്ക് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തത് പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ. പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ, നമ്മുടെ ഈ ബിസിനസിന്റെ പ്രൊമോട്ടറുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ ബിസിനസ് ഇപ്പൊ ഉദാഹരണം യൂണിസെൽ എന്ന് പറഞ്ഞ എൻ്റെ പേരിലാണ് ഈ ഒരു കമ്പനി ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിന്റെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറിനോട് എപ്പോഴും ആധാർ കാർഡ് ചോദിക്കാം. ഒരു GST രജിസ്ട്രേഷൻ എടുക്കാൻ ആധാർ കാർഡിന്റെ ആവശ്യമില്ല. പക്ഷെ ആധാർ കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അല്ലെ? അച്ഛന്റെ പേരുണ്ടാവും, അമ്മയുടെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏതാണോ അല്ലെ, ആണാണോ പെണ്ണാണോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പാൻ കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എന്താവും? എളുപ്പമാകും. അപ്പൊ ഡോക്യുമെന്റ് എന്നുള്ളിടത്ത് പാൻ കാർഡ് നിങ്ങൾ എന്ത് ചെയ്തോളൂ? എഴുതി വെച്ചോളൂ. അപ്പൊ പാൻ കാർഡ് നിർബന്ധമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ കാർഡ് നിർബന്ധമൊന്നുമല്ല. GST എടുക്കണം, പാൻ കാർഡ് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പാൻ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. പാൻ കാർഡിന്റെ ഫിസിക്കൽ കോപ്പി ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്തോളണം? മൊബൈൽ നമ്പറും പാൻ കാർഡും ഇമെയിലും അല്ലെ? കണ്ടോ ഇവിടെ ഇതുണ്ടോ? മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ID ലിങ്ക്ഡ് വിത്ത് ആധാർ ക്യാൻ ബി വെരിഫൈഡ്. ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അത് നിർബന്ധമായിട്ടും നമ്മൾ സൂക്ഷിക്കാം. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ഞാൻ. രണ്ടാമത്തെ പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ എന്നുള്ള ഡീറ്റെയിൽ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നെയിം ഓട്ടോമാറ്റിക് വന്നു. ഇനി എൻ്റെ ഫാദറിന്റെ നെയിമാണ് ഇവിടെ കൊടുക്കണം. ഉദാഹരണം എൻ്റെ ഫാദറിന്റെ പേര് മുഹമ്മദ് അലി എന്നാണെങ്കിൽ എന്ത് ചെയ്യാം? അതുപോലെ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം ABCD എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തില്ല, അങ്ങനെ പോകുന്നു. നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. നിങ്ങൾ ആധാർ നമ്പർ ആധാറിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടും ടൈപ്പ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ കൃത്യമായിട്ടും ടൈപ്പ് ചെയ്യാം. ഇമെയിൽ ID കൃത്യമായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. ആണാണോ പെണ്ണാണോ മറ്റെന്തെങ്കിലും സംഭവമാണെങ്കിൽ അതുപോലെ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാ? പേര്, എൻ്റെ ഡീറ്റെയിൽസ്, ഫാദറിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ, ഇതെല്ലാം എന്ത് ചെയ്യാം? ഒന്നുകൂടി അടിച്ച് വൃത്തിയിൽ നമ്മൾ കൊടുക്കാം. സെറ്റ് ആയില്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഐഡന്റിറ്റി ഇൻഫർമേഷൻ ആണ്. ഐഡന്റിറ്റി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയും ഈ പറഞ്ഞ വ്യക്തിയും, ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഞാനും ഈ മുകളിൽ കൊടുത്ത വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. ഉദാഹരണം ഞാൻ ഇവിടെ വേണമെങ്കിൽ ഒരു മാനേജർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓണർ എന്ന് കൊടുക്കാം. ഓണർ എന്ന് കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ ഇനി ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ ഇപ്പൊ കമ്പനിയൊക്കെ ആവുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കമ്പനിയുടെ ഫയലല്ല ചെയ്യുന്നത്. കമ്പനി ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡയറക്ടർ എന്ന് കൊടുക്കണം. ഡയറക്ടർ എന്ന് കൊടുക്കണം. ആ കമ്പനിയുടെ അയാളുടെ DIN നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം. DIN നമ്പർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ് DIN നമ്പറിന്റെ ഫുള്ള്.
ക്ലിയർ ആയില്ലേ? ഞാൻ ഇവിടെ ഓണർ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഡിൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എന്നത് കമ്പനിയല്ല, പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. കമ്പനി വേറെ, കമ്പനിയും പ്രൊപ്പറേറ്റർഷിപ്പും LLP തമ്മിലൊക്കെ ഡിഫറൻസ് എന്താണെന്ന് അറിയാം? എന്താണ് കമ്പനി? ആർക്കെങ്കിലും പറയാൻ കഴിയും? വാട്ട് ഈസ് കമ്പനി? കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആളുകൾ അല്ലെ? 1956 പ്രകാരം രജിസ്റ്റർ ചെയ്ത ആളുകളെയാണ് നമ്മൾ കമ്പനി എന്ന് പറയാം. കമ്പനിയുടെ ഡെഫിനിഷൻ എന്താ പറയുക? കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമപ്രകാരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. കമ്പനി വേറെ, ബിസിനസ് വേറെ, അക്കൗണ്ട്സ് വേറെ, എല്ലാം ഡിഫറെന്റ് തോട്ട്സ് ആണ് അല്ലെ? പെർപെച്വൽ സക്സഷൻ, കോമൺ സീൽ, അങ്ങനെയൊക്കെ പറയാറില്ലേ? There should be a minimum 7%, isn't it? യെസ്. ഒരുപാട് കാര്യങ്ങൾ കമ്പനി ആക്ട് പഠിക്കുമ്പോൾ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനേഷൻ പറയണ്ടല്ലേ? കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. പിന്നെ എന്താ പറയാ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഡെഫിനേഷൻ ഉണ്ട് അതിന്. മനസ്സിലായില്ലേ? കമ്പനിയും പാർട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രധാനമായിട്ടും കമ്പനിയും സോൾ പ്രൊപ്പറേറ്റർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതേപോലെ കമ്പനിയും പാർട്ണർഷിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? എന്തായിരിക്കും? രണ്ടും രണ്ടാണ്. എങ്ങനെ? രണ്ടും രണ്ട് സ്വഭാവം ആയിട്ടുള്ളതാണ്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ Company public in a share issue. Limited company, private limited. There is two types of companies: limited companies and private limited companies. ഞാൻ ചോദിക്കുന്നത് കമ്പനിയും പ്രൊപ്പറേറ്റർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പറഞ്ഞത് ഓക്കെ, കമ്പനിയിൽ ഡിഫറെന്റ് ക്യാരക്ടർ ഉള്ള ആളുകളുണ്ട്. ഡിഫറെന്റ് കമ്പനി തന്നെ വേണമെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഫോറിൻ കമ്പനി, LLP കമ്പനി, ഇങ്ങനത്തെ ഒരുപാട് കമ്പനികളുണ്ട്. ഇതും പ്രൊപ്പറേറ്റർഷിപ്പും അല്ലെങ്കിൽ പാർട്ണർഷിപ്പും ഇതൊക്കെ തമ്മിൽ ഒരു പ്രധാനപ്പെട്ട ഒരു This is single owner. Proprietor means single owner. ഒരാള്. വേറെ എന്തെങ്കിലും പ്രധാനമായി വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നോക്കട്ടെ, ആരാ പറയുന്നത് നോക്കട്ടെ. പ്രധാനമായിട്ട് ഒരു വ്യത്യാസം. രണ്ടും രണ്ട് സ്വഭാവമായുള്ളതാണ്. പ്രോഫിറ്റ് ഒരാൾ മാത്രമാണ് ഷെയർ. പ്രോഫിറ്റ് ഒരാൾ മാത്രം എടുത്താൽ മതി. വെരി ഗുഡ്. പിന്നെ കമ്പനി ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. പാർട്ണർഷിപ്പ് എന്താ പറയാ, അതിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. പാർട്ട്നേഴ്സ് ലയബിൾ ആണ്. വാട്ട് എവർ ദ Jointly liable. Partners are jointly liable for liabilities. അങ്ങനെ നിങ്ങൾ അടുത്തു കൂടെ ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താ അറിയോ? 1932 വഴി ചെയ്താണ് പാർട്ണർഷിപ്പ് ആക്ടില് പ്രകാരമാണ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല. രജിസ്റ്റർ ചെയ്യാൻ നല്ലതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഡീഡ്. ഡീഡിന് മേളിലാണ് പാർട്ണർഷിപ്പ്. മറ്റത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതാണ്. പിന്നെ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട is an agreement between two persons. It's an agreement between two persons. ഞാൻ പറയുന്നത് കമ്പനി ഒരാൾ എന്തിനാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ ഒരു ഉദ്ദേശം എന്തായിരിക്കും? പ്രോഫിറ്റ് ആണ്. എന്നാലും അതായത് പ്രോഫിറ്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. എന്ത് ഇതൊക്കെ മാറിയിട്ട് എല്ലാവരും കമ്പനിയിലേക്ക് പോകുന്നത്? ഇപ്പൊ ഉടായ്പ ബിസിനസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം കമ്പനി പൊതുസമൂഹത്തിന്റെ അടുത്തുനിന്ന് ഷെയർ എടുക്കാൻ പറ്റും. പൊതുസമൂഹത്തിന്റെ അടുത്തുനിന്ന് ഷെയർ കിട്ടുന്നതിന്റെ അപ്പുറത്തേക്ക് ലാബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ലാബിലിറ്റീസ് ഒന്ന് ലാബിലിറ്റി ലിമിറ്റഡ് ആണ്, മറ്റത് അൺലിമിറ്റഡ് ആണ്. ഉദാഹരണം, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 8ന് പൊട്ടിക്കഴിഞ്ഞ് 1 കോടി രൂപ കടം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട് വിറ്റിട്ടും വണ്ടി വിറ്റിട്ടും എന്ത് ചെയ്തോളണം? കടം വെട്ടിക്കൊള്ളണം. ലാബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. പിടിച്ചാൽ കിട്ടില്ല. നേരെ മറിച്ച് ഞാനൊരു കമ്പനി ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എന്റെ കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനകത്ത് നിൽക്കും. ലാബിലിറ്റി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനകത്ത് നിൽക്കും. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ബിസിനസ് പോകുന്നത്. മറ്റൊരു ഭാഗങ്ങളാണ് ഏത് കമ്പനി ആവുമ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. അതൊക്കെ മറ്റൊരു ഭാഗം. ഇന്ന് നേരെ തിരിച്ചാണ്. കമ്പനിയായിട്ട് ഒരാൾ ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരുമ്പോൾ കമ്പനി എന്ന് തന്നെ പേടിയാണ്. കാരണം ഇപ്പം മുങ്ങാനുള്ള പരിപാടിയാണോ നമുക്ക് തോന്നിപ്പോകും അല്ലെ? ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ ഓന്റെ അഡ്രസ് ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുമോ? അത് കമ്പനി അയാളായിക്കോളും എന്നാ പറയാ കേസ് ആയാലും. ആർക്കെങ്കിലും അങ്ങനെ പൈസ പോയി ആരെങ്കിലും ഉണ്ടോ കമ്പനിയിൽ? ഉണ്ടോ? ആർക്കെങ്കിലും പോയ കഥകൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ കൺസൾട്ടിംഗ് മേഖല നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ കേൾക്കല.
അത് സാറെ കമ്പനി പോയില്ല, പോയി മറന്നിട്ട് ഒന്നുമില്ല. പിന്നെ കമ്പനി ആക്ട് പറയും അതിന്റെ കാര്യങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് കമ്പനിയും പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒരു അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. നമ്മളെ മൊത്തം കൊണ്ടുപോയി സാധനങ്ങളൊക്കെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ. മറ്റുള്ളത് ലിമിറ്റഡ് ലാബിലിറ്റി ആണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിൽക്കും. അത് തന്നെയാണ് ഈ പാർട്ട്ണർഷിപ്പും LLP തമ്മിലുള്ള വ്യത്യാസം. പാർട്ട്ണർഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കൂടുതൽ ആളുകൾ ചെയ്യുന്ന ബിസിനസ് തന്നെയാണ്. ഇതേപോലത്തെ ബിസിനസ് തന്നെയാണ് LLPയും. രണ്ടും ഒരേ സ്വഭാവമാണ്. പക്ഷെ ഒന്ന് കമ്പനി ആക്ട് പ്രകാരം രൂപീകരിച്ചാണ്, മറ്റത് ഡീഡിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. LLP ലിമിറ്റഡ് ആണ്, പാർട്ട്ണർഷിപ്പ് അൺലിമിറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാം. സെറ്റ് അല്ലേ? സാന്ദർഭികമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറഞ്ഞത് മാത്രം. റെഡി? ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓണർ എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഓണർ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് ഇനി ഐഡന്റിറ്റി ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തു. ഇവിടെ ചോദിക്കുന്നത് ആർ യു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നോർമലി നമ്മളെ പാൻ കാർഡ് ഒക്കെ കൊടുക്കുമ്പോൾ എസ് ആയി കൊടുത്ത് പോകുന്നുണ്ടാവും. ഇനി നമ്മളെ റെസിഡൻഷ്യൽ അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. റെസിഡൻഷ്യൽ അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഉദാഹരണം, ഞാൻ എൻ്റെ ഒരു പിൻകോഡ് ഇവിടെ അടിച്ചു കൊടുക്കണം. ഇവിടെ ഏറ്റവും നല്ലത് എന്താ അറിയാം? ഇവിടെ എപ്പോഴും ഈ ഒരു ബോക്സിനകത്ത് പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി കാര്യങ്ങൾ. പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി കാര്യങ്ങൾ. ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇതിനനുസരിച്ചുള്ള ഒരു ലൊക്കേഷൻ ഇവിടെ ഇങ്ങനെ വരും. അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇങ്ങനെ മാറുന്നുണ്ടോ? ക്ലിയർ ആയില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ആദ്യം ഇവിടെയാണ്. ഇത് പല ആളുകൾ ഇവിടെ അടിച്ചാൽ വരുന്നില്ല, അടിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയും. ഇവിടെ ആദ്യം നമ്മൾ പിൻകോഡ് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരും. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മൾ ലൊക്കേഷൻ മാറ്റി കൊടുത്താൽ ഇവിടെ അഡ്രസ്സ് വരും. എന്നിട്ട് ഇവിടെ കൺഫേം കൊടുത്താൽ മതി. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ സെലക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇവിടെ എന്തായിരുന്നു? ഓക്കെ, അവിടെ പറഞ്ഞല്ലേ? ശ്രദ്ധിക്കണേ. ഈ ലോക്കൽ ബോഡി ഈ സംഭവങ്ങളൊക്കെ ഈ ആസ്ട്രിക്സ് ഉള്ള എല്ലാ ഭാഗങ്ങളും, ഈ സ്റ്റാർ ഉള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണതുള്ളൂ? നിങ്ങൾ ഫില്ല് ചെയ്ത് പോയിക്കോണം, സ്റ്റാർ ഉള്ള ഭാഗങ്ങൾ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിൽഡിങ്ങിന്റെ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്ലോഡ് ഫോട്ടോഗ്രാഫ്. അപ്പൊ ഡോക്യുമെന്റ് നീഡഡ് എന്നുള്ളിടത്തിൽ ഡോക്യുമെന്റ് ആവശ്യമുള്ളതെടുത്ത് നിങ്ങൾ എഴുതി കൊടുക്കാം. ഫോട്ടോ. ഇപ്പൊ എന്റെ ഫോട്ടോ ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 100 KB കൂടാത്ത രീതിയിലുള്ള ഒരു ഫോട്ടോ JPG ഫോർമാറ്റിൽ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ തൽക്കാലികം ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യണം, പ്രോസസ് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ JPG ഫോർമാറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ JPG ഫോർമാറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, 100 KB മുകളിലേക്ക് പോയി. ഇതെല്ലാം നിർബന്ധമാണേ. 100 KB താഴത്തേക്ക് മാത്രമേ സംഭവം വർക്ക് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. റെഡി അല്ലേ? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ ഈ കാര്യങ്ങൾ ഇത്രയും സംഭവത്തിനുള്ളിലാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പ് വരുത്തണം. ക്ലിയർ ആയില്ലേ? ഞാനിവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ തൽക്കാലം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റിനകത്ത് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതിലൊന്നും കയറുന്നില്ല കേട്ടോ. ഓക്കെ, തൽക്കാലം ഞാനൊരു സ്നിപ്പിംഗ് ടൂൾ വെച്ചിട്ട് ഒരു ഫോട്ടോ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾ കൊടുക്കേണ്ട ഡാറ്റ കറക്റ്റ് അയക്കണേ. ഞാൻ ഇവിടെ തൽക്കാലം ഞാൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സംഭവങ്ങൾ ഇവിടെ എടുക്കുന്നത് മാത്രം. ഓക്കെ, ഞാൻ തൽക്കാലികം ഒരു സംഭവം എടുക്കുകയാണ്. ഓക്കെ, ഇതെടുത്തതിന് ശേഷം ഞാനിവിടെ സേവ് ചെയ്യണം. ഓക്കെ, ഇത് കൃത്യമായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ മുമ്പോട്ട് പോകില്ല. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ശ്രദ്ധിക്കണേ. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മള് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ ഇവിടെ എന്ത് ചെയ്യാം? ഇവരുടെ ഫോട്ടോയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ സേവിന് കണ്ടിന്യൂ അടിക്കാം. നേരെ എന്ത് ചെയ്യാം? മുമ്പോട്ടേക്ക് പോവാം.
വേറെ ഒന്നും ചെയ്യാനില്ല. പ്രൊമോട്ടറുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു, കമ്പനി ആയിട്ടുള്ള റിലേഷൻ കൊടുത്തു, അവരുടെ അഡ്രസ്സ് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു, അവരുടെ ഫോട്ടോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തു, അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എടുത്തു. നമ്മൾ എന്ത് ചെയ്തു? മുമ്പോട്ടേക്ക് പോയി. അപ്പോഴേക്കും പ്രൊഫൈലിന്റെ 67% കംപ്ലീറ്റ് ആയി. സെറ്റ് ആയല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താണ്. സെറ്റ് ആണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ. അപ്പോൾ ഫോട്ടോസ് നിർബന്ധമായിട്ടും ആ ഒരു സൈസ് ഉണ്ടാക്കാം. പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഗൂഗിളിലൊക്കെ അടിച്ചാൽ മതി റീസൈസ് ഇമേജ് എന്നോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാം. കണ്ടോ? റീസൈസ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് മാറ്റാം, JPG എന്താ ഫോർമാറ്റ് അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ജസ്റ്റ് അത് പറഞ്ഞത് മാത്രം. ഇനി ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആണ്. ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആരാന്നുള്ളത്. ഇപ്പൊ മിക്കവാറും കേസുകളിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആ കമ്പനിയുടെ പ്രൊമോട്ടർ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രൊമോട്ടറുടെ പേര് ഇനി ആദ്യം മുതലേ അവരുടെ പേര് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ എന്നുള്ള ആ ഒരു പേജിന്റെ ഏറ്റവും താഴെ ഒരു മെസ്സേജ് കാണാം, ഓൾസോ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ളത്. ഇത് യെസ് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാം? ഈ ഓതറൈസ് സിഗ്നേറ്ററിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പേര് ഇങ്ങോട്ടേക്ക് ഇതേപോലെ വരും. പിന്നെ എന്ത് ചെയ്താൽ മതി? നേരെ കൊണ്ടുപോയി സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിലേക്ക് പോകും. ക്ലിയർ ആയല്ലോ? ഇനി ഇയാളല്ല ഓതറൈസ് സിഗ്നേറ്ററി എന്ന് വിചാരിക്കും. ചിലപ്പം ഇയാളല്ല ഓതറൈസ് സിഗ്നേറ്ററി, വേറൊരാളാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നോ കൊടുക്കുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുന്നു, മുമ്പോട്ടേക്ക് പോകുന്നു. മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണോ പിന്നെ ആരാണോ ഓതറൈസ് സിഗ്നേറ്ററി അവരുടെ എല്ലാ ഡീറ്റെയിൽസും കണ്ടക്ട് അടിച്ചു കൊടുക്കാം, അവരുടെ ഫോട്ടോ അടിച്ചു കൊടുക്കാം, അവരുടെ ആധാർ വാങ്ങിയാൽ മതി. ഇനി ഓതറൈസ് സിഗ്നേറ്ററി വേറെ ആളാണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ ആധാർ വാങ്ങിയിട്ട് നേരത്തെ ഫില്ല് ചെയ്ത പോലെ അവരുടെ ഫോട്ടോയും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം? ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ടും മുമ്പോട്ടേക്ക് പോകാം. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അതെന്താ സിഗ്നേറ്ററി ഉദ്ദേശിച്ചത്? എന്തായിരുന്നു സിഗ്നേറ്ററി? അങ്ങനെ ഉദ്ദേശിച്ചത് എന്താണ്? അത് ഓണർ അല്ലാത്ത ഒരാൾക്ക് സിഗ്നേറ്ററി ആവാൻ പറ്റുമോ? ഓണർ അല്ലാത്ത ആളുകൾക്ക് സിഗ്നേറ്ററി ആവാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. അയാളെ ചുമതലപ്പെടുത്താലോ. ഉദാഹരണം, ഞാനിപ്പോ ഗൾഫിലാണ്, എനിക്ക് വേറെ ആളെ ചുമതലപ്പെടുത്താലോ? പറ്റില്ലേ? ഓക്കെ. അപ്പൊ എടുക്കുന്ന GST രജിസ്ട്രേഷൻ ആരുടെ പേരിലായിരിക്കും? രജിസ്ട്രേഷൻ ഓണറുടെ പേരിലായിരിക്കും. സൈൻ ചെയ്യാനുള്ള പവർ മാത്രമേ കൊടുക്കാവൂ. ഇല്ല, ഇപ്പൊ നിങ്ങളുടെ ഒരു സ്ഥലം, നിങ്ങളുടെ എന്തോ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ ബാങ്കിനകത്ത് സൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കും. അയാൾക്ക് ബാങ്ക് ആരുടെ പേരിലായിരിക്കും? അക്കൗണ്ട് ആരുടെ പേരിലായിരിക്കും? നിങ്ങളുടെ പേരിലായിരിക്കും. അയാള് ഓതറൈസ് സിഗ്നേറ്ററി. ഇപ്പൊ ഒരു കമ്പനിയുടെ അക്കൗണ്ട് കേസുകളിലാണ് ഇത് കൂടുതലായിട്ട് വരിക. കമ്പനികളൊക്കെ ആവുന്ന സമയത്ത് ഒരു 10-15 ഡയറക്ടർമാരുണ്ടോ, ഇത് എല്ലാവരും പാടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് നിറയും. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോ രണ്ടാളെ ചുമതലപ്പെടുത്തും. ഹി ഓർ ഇന്ന ആളുകളായിരിക്കും വിൽ ബി ദ ഓതറൈസ് സിഗ്നേറ്ററി ഫോർ സൈനിങ്. എല്ലാ സംഭവത്തിനും ഇയാളായിരിക്കും സൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും. അല്ലെ? റെസൊല്യൂഷൻ ആണ് കമ്പനികളിൽ പാസ്സാക്കുക. ആ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ആ റെസൊല്യൂഷൻ നേരെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. ഈ റെസൊല്യൂഷനിൽ ഈ രണ്ടാളുകളായിരിക്കും ചെയ്യും. ഈ രണ്ടാളുടെ സൈനും കാര്യങ്ങളൊക്കെ ബാങ്കിനകത്ത് പ്രസന്റ് ചെയ്യും. ഈ രണ്ടാളുടെ സൈൻ ഉണ്ടെങ്കിൽ പിന്നെ ചെക്ക് പ്രോസസ് ആകത്തുള്ളൂ. ശരിയല്ലേ? ഇതിനുള്ള ആ സാധനങ്ങളാണ് സാറേ കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണ്ടേ? കമ്പനിയുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണ്ടേ? അത് ചെയ്യണം. അത് മറ്റു ടോപ്പിക് അല്ലേ? ഓഡിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? പോയോ? ഓഡിറ്റ് ചെയ്യണം കേട്ടോ. കമ്പനിയുടെ അക്കൗണ്ട്സ് നിർബന്ധമായിട്ട് ഓഡിറ്റ് ചെയ്യണം. അത് മറ്റൊരു ടോപ്പിക്കാണ്. അത് നമ്മളെ അക്കൗണ്ട്സിലൊക്കെ നമ്മളവിടെ പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പറയും ആ കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ഓഡിറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? 44 AD പാർട്ണർഷിപ്പ് ഒന്നും വേണ്ടല്ലോ? വേണ്ട. നോക്കി, ഇനി ശ്രദ്ധിച്ചോളെ. എല്ലാം ഓഡിറ്റ് ചെയ്യുന്ന, ഏത് കണക്കായാലും ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാ. പിന്നീട് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ പോണെങ്കിലേ. ഓക്കെ, ഇനി ഇയാൾ തന്നെയാണ് ഇതിന്റെ ഓതറൈസ് സിഗ്നേറ്ററി എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് ചെയ്യണം. ഞാനിത് 2 ഭാഗങ്ങൾ കാണിച്ചു പോയെന്ന് മാത്രം. ഓക്കെ, എസ് കൊടുക്കുന്നു. എസ് കൊടുത്തു. ഇയാൾ തന്നെയാണ് ഇതിന്റെ ഓതറൈസ് സിഗ്നേറ്ററി. അതുകൊണ്ട് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഫില്ല് ചെയ്യുന്നില്ല. ഞാൻ നേരെ ചുമ്മാ
സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ച് അങ്ങ് മുമ്പോട്ടേക്ക് പോകുന്നു. ഓക്കെ, അപ്പോഴേക്ക് 1, 2, 3 മാത്രമല്ല 77% കംപ്ലീറ്റ് ആയി. ഇവിടെ എന്താ നീല കളർ വരാത്തെന്ന് ചോദിക്കുക. ഇതിനകത്ത് നമ്മൾ നമ്മളതായിട്ട് ഒന്നും പുതിയതായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നീല കളർ വരാത്തത്. ഇതിലുള്ള ഡാറ്റ തന്നെ അതിലേക്ക് കൊടുത്താണ്. ഇനി ഓതറൈസ് റെപ്രസെന്റേറ്റീവ്, കമ്പനിയെ പ്രതിനിധീകരിക്കുന്ന ആള്. ഓതറൈസ് സിഗ്നേറ്ററി മീൻസ് ടോട്ടൽ സൈൻ ചെയ്യുന്ന ആളാണ്. റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റെപ്രസെന്റേറ്റീവ്? ഈ ഓതറൈസ് സിഗ്നേറ്ററിയും റെപ്രസെന്റേറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താ? കമ്പനി നോക്കി നടത്തുന്ന ആളാണ് റെപ്രസെന്റേറ്റീവ്. ഓക്കെ, അങ്ങനെ പറയാം. അതായത് പ്രതിനിധീകരിക്കുന്നത്, അങ്ങനെ പറയാം. യെസ്, കറക്റ്റ്, അങ്ങനെ പറയാം. കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങൾ ചുമതല വഹിക്കുന്ന ആൾ അങ്ങനെ പറയാം. അതായത് GSTയിലെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ GST പരമായിട്ടുള്ള വിഷയങ്ങളിൽ ആരാണോ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് അവര്. മിക്കവാറും കേസുകളിൽ ചിലപ്പം GST കൺസൾട്ടന്റ് ആയിരിക്കാം, ചിലപ്പോൾ എന്റെ കമ്പനി ആണെങ്കിൽ ഞാനായിരിക്കാം അത് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ ആരും ആകാം റെപ്രസെന്റേറ്റീവ്. ആ റെപ്രസെന്റേറ്റീവിന്റെ പേരാണ് നമ്മൾ കൊടുക്കുക. സാധാരണ രീതിയിൽ റെപ്രസെന്റേറ്റീവിന്റെ പേരിന്റെ അടുത്ത് ആരും GST കൺസൾട്ടന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാറില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഒക്കെ കൊടുക്കാം. ക്ലിയർ ആയില്ലേ? വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും GST എടുത്തു പോയിക്കോളൂ. എല്ലാം നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടിട്ടായിരിക്കും കൺസൾട്ടന്റും CA-ക്കാരനും ചെയ്യാം. ഇതൊന്നും ആരും തലയിൽ വെക്കില്ല. അപ്പൊ നിങ്ങളും ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസ് റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുക. കൊടുക്കുക. കൊടുത്ത് GST പ്രാക്ടീഷണർ ആണെങ്കിൽ അയാളുടെ എൻറോൾമെന്റ് ID അടിക്കുക. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. ഇനി അതല്ല വേറൊരാളാണെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും എല്ലാ കാര്യങ്ങളും അടിച്ച് സേവ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം, ഈ സംഭവം ആവശ്യമില്ലെങ്കിൽ ചെയ്യാതെ മുമ്പോട്ടേക്ക് പോകുന്നതാണ് നല്ലത്. സെറ്റ് അല്ലേ? ഇനി അടുത്തത് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, നിങ്ങളുടെ ബിസിനസിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ചില ആളുടെ ബിസിനസ് റെന്റിനായിരിക്കും, ചില ആളുകളുടെ എന്താ പറയാ ഷെയർഡ് ആയിരിക്കും, ചില ആളുകൾ സ്വന്തം ബിൽഡിങ്ങിലായിരിക്കും. അപ്പൊ അവിടുത്തെ ഒരു അഡ്രസ്സ് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടും കൊടുത്തോളണം. അഡ്രസ്സ് കൃത്യമായിട്ടും കൊടുത്തോളണം. വീഡിയോയിൽ വരാത്ത ആളുകളെ പതുക്കെ റിമൂവ് ചെയ്യണ്ട കേട്ടോ. ഞാൻ കുറെ നേരം പറഞ്ഞു, കുറച്ച് ആളുകൾ ക്ഷമിക്കാം, അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എണ്ണ ഇങ്ങനെ കുറയുന്ന ഇങ്ങനെ നോക്കണ്ട, ഓരോരുത്തർ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോകാം. കാരണം എനിക്ക് എല്ലാവരും ഇറ്റ്സ് നോട്ട് ഫോർ എവരി വൺ, എല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് എല്ലാവർക്കും ഉള്ളതല്ല. കാരണം ഇതിൽ അറ്റൻഡ് ചെയ്ത് വെറുതെ രസത്തിന് ഇരിക്കുന്നവർക്ക് അവർക്കൊക്കെ വേറെ പണി നോക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സമയമാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെ? എല്ലാവർക്കും പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയം കഴിഞ്ഞ്. അപ്പൊ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിന്റെ ഇടയിലാണെങ്കിൽ ശരിക്കും യഥാർത്ഥത്തിൽ ആ ഒരു പരിപാടി നടക്കൂല, ഈ ഒരു ക്ലാസ് ഓക്കെ, ആ ഒരു പരിപാടി നടക്കൂല, ഈ ഒരു ക്ലാസ്സും നടക്കൂല, അതും മനസ്സിലാവില്ല, ഇതും മനസ്സിലാവില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല എന്താ, ഇതിങ്ങോട്ട് കട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് കയറാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ആ പണി പൂർത്തിയായിട്ട് വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് റിമൂവ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ചില ആളുകൾ പേഴ്സണലി ദയനീയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന കേസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, പുറത്തിടും. ഇറ്റ്സ് നോട്ട് ഫോർ യു, നിങ്ങൾക്കുള്ളതല്ല. ഇറ്റ്സ് നോട്ട് ഫോർ എവരി വൺ. അതാണ്, ഇത് എല്ലാവർക്കും ഉള്ളതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, റിമൂവ് ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് അവർക്ക് ഞാൻ റെക്കോർഡിങ്ങും തരൂല കേട്ടോ. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടും, അതുകൊണ്ടാണ്. ഇനി ശ്രദ്ധിച്ചോളെ. റെക്കോർഡിംഗ് വേണമെന്ന് പറയാ. നിങ്ങൾ വീഡിയോയിലാണല്ലോ നിങ്ങള്, വീഡിയോയിലാണോ? അല്ലല്ല, ഓഡിയോ. അതെന്താ വീഡിയോയുടെ വീഡിയോ ഇല്ല. വീഡിയോ ഇപ്പൊ റെഡിയാ? ഇപ്പൊ ഓക്കെയാണ്. വീഡിയോയില് വരായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പൊ എന്തിനാ ഓഫ് ചെയ്തിരിക്കുന്നത്? അപ്പൊ നിങ്ങളിപ്പോ ഞാൻ അടുത്തെത്തിയിരുന്നു. ഞാൻ റിമൂവിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിൽക്കുമ്പോ നിങ്ങളെ പോകുന്നതാ. ഞാൻ ഓരോരുത്തരും അങ്ങ് എടുത്ത് പുറത്തിടുന്നുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ ഇത് ഈ രീതിയിൽ ഇങ്ങനെ തന്നെ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ആളുകൾ, ഞാൻ ഇത്രയും സ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താ, നിങ്ങളിത് പഠിക്കണം. നാളെ എന്റെ കമ്പനിക്ക് ഒരു കൺസൾട്ടിങ്ങിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്നെ വിളിച്ച് യൂണിസാർ ഇവിടെ ഇത് കൊടുക്കാൻ പറ്റും, അവിടെ ഇത് കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്ലോയിലും ഓരോ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പറയുന്നത്. ഇതൊക്കെ അടിച്ചു പിന്നെ പോവായിരുന്നു എനിക്ക്. കാരണം എനിക്ക് പിന്നീട് ഇതിന്റെ പിന്നാലെ നടക്കാനാവില്ല. വൺസ് നിങ്ങളിത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്തോളണം. അതാണ് നിങ്ങൾ എന്റെ അക്കൗണ്ട് സെഷൻ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കറിയാം. അക്കൗണ്ട് സെഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, എത്ര ടൈം എടുത്തിട്ട് ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ, എല്ലാ കോൺസിക്വൻസും, നിലവിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന. നിലവിൽ ഞാനൊരു, അതായത് ബിസിനസ് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതുകൊണ്ട്
ബിസിനസിന്റെ അക്കൗണ്ട്സിൽ എവിടെയൊക്കെയോ പ്രോബ്ലം ഉണ്ട്, അതിന്റെ എല്ലാം മാന്തിയിട്ടും തോണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നീട് ഇതിന്റെ പിന്നിൽ എനിക്ക് നടക്കാനാവില്ല. അല്ലെ? ആർക്കെങ്കിലും ഫീൽ ചെയ്തോ എന്റെ അക്കൗണ്ട്സ് ക്ലാസ്സിന് ഇരുന്ന ആർക്കെങ്കിലും? ആരെങ്കിലും അറ്റൻഡ് ചെയ്തിരുന്നോ? അതെ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ പ്രൊഫസർ സാർ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്? എല്ലാ ഭാഗവും കവർ ചെയ്യുന്നില്ലേ? എന്തെങ്കിലും മൈൻഡ് ഞാൻ അത്രയും എനിക്ക് ഇതിന് പിന്നാലെ പിന്നീട് ഒരു ഇരുത്തിരിക്കാനാവില്ല എന്ന രീതിയിൽ കുറച്ച് ആളുകൾ എനിക്ക് ആവശ്യമുണ്ട്. അതിന് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ സീരിയസ് ആയിട്ട് ആലോചിച്ചോളൂ. വീഡിയോയിൽ വരാത്തുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ച് ഒന്നുകൂടി പുറത്തിട്ടു. ഇങ്ങനെ ഇങ്ങനെ കുറയുന്നു നോക്കിയാൽ സ്ക്രീനിൽ നോക്കിയാൽ മതി. പാർട്ടിസിപ്പൻസിന്റെ എൻട്രി 32 ഉണ്ട്. ഇത് തന്നെ അവസാനം വരെ ഉണ്ടായിക്കോണമെന്നില്ല. ഓക്കെ, ശ്രദ്ധിച്ചോളെ, ഇനിയോട് ശ്രദ്ധിച്ചോളെ. ഇനി പ്രൈസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ആ പ്ലേസ് കൃത്യമായിട്ട് ചെയ്യാം. നമ്മൾ ഇത് ചെയ്യുമ്പോഴേ എപ്പോഴും ഇവിടെ കണ്ടോ, ഇവിടെ എപ്പോഴും നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സാറേ നമ്മൾ ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് മാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം ഇവിടെ അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ പിൻകോഡ് കൃത്യമായിട്ടും അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ലൊക്കേഷൻ വരും, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറെക്കുറെ നമ്മുടെ ആ ഒരു പിൻകോഡിന്റെ ഏരിയയിലേക്ക് സംഭവം എത്തും. പിന്നീട് ഈ സാധനത്തെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി. ഇപ്പൊ അല്ലേ, ഇപ്പൊ എന്റെ ഇതാണെങ്കിൽ എന്റെ ഒരു മാപ്പ് ഉണ്ടാവില്ല, ഈ മാപ്പിനകത്ത് ഇവിടെയാണ് എന്റെ ബിസിനസ് എങ്കിൽ അവിടെ സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ലാറ്റിറ്റ്യൂഡും മാഗ്നിറ്റ്യൂഡും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, കൺഫേം കൊടുക്കാം. ക്ലിയർ ആയില്ലേ? കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും. ഈ ലോക്കൽ ബോഡി ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ലോക്കൽ ബോഡി എന്താണോ ഡീറ്റെയിൽസ് അത് എന്ത് ചെയ്യാം, കൃത്യമായിട്ടും ഇവിടെ കൊടുക്കാം. ഓക്കെ, ഈ ആസ്ട്രിക്സ് ഉള്ള ഭാഗങ്ങളൊക്കെ നിർബന്ധമാണ്. അവിടെ ഒരിക്കലും മിസ് ചെയ്യരുത്. ബിൽഡിങ്ങിന്റെ പേരുണ്ടെങ്കിൽ ആ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബിൽഡിങ്ങിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലോറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇത്രയുള്ള, ഇത് നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഏതാ, ബിസിനസിന്റെ പ്രിൻസിപ്പൽ പ്ലേസ്, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ, നമ്മുടെ ആ ഒരു പരിധി ഉണ്ടല്ലോ. ഇപ്പൊ ഓരോ GST നിൽക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അപ്പൊ ഞാന് മഞ്ചേരി കൊണ്ടോട്ടി സർക്കിളിനകത്താണ് എന്റെ ഒരു പരിധി, എന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോ ബിസിനസ് ഇത് ഓരോ ജൂറിസ്ഡിക്ഷനകത്തായിരിക്കും. ആ ജൂറിസ്ഡിക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ഓഫീസർ, ആ ഒരു സർക്കിളിലുള്ള ഓഫീസർ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ചില വിഷയങ്ങളിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നർ സർക്കിളിൽ, നമുക്കൊരു ഇന്നർ സർക്കിൾ കോൾ ഉണ്ട്. അതായത് നമ്മളെ ഇതിൽ തന്നെ പെയ്ഡ് മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിൽ പെയ്ഡ് മെമ്പേഴ്സ് നമ്മൾ എല്ലാ ശനിയാഴ്ചയും ഒരു ലൈവ് സെഷൻ കൊടുക്കും. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്, പുതുതായിട്ട് എനിക്ക് വന്നൊരു കേസാണ് റിവോക്കേഷന്റെ കേസ്. ഒരു വർഷത്തിന്റെ മുകളിലായിട്ട് GST ക്യാൻസൽ ആയിട്ട് കിടക്കുന്ന ഒരാൾ നമ്മൾ എടുത്ത് കൊന്നു. അപ്പൊ അയാളുടെ ഫയലിംഗ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാം, അത് വലിയ ടാസ്ക് ആണ്. കാരണം വെച്ചാൽ ഒരു 100-200 ദിവസത്തിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് സർക്കിളിലുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് അടുത്ത ലെവലിൽ മുകളിലോട്ട് പോകും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക, അതിന്റെ എങ്ങനെയാണ് പെൻഡിങ് ക്ലിയർ ചെയ്യുന്നത്, ലൈവ് ഫയലിംഗ്. കാരണം എനിക്ക് വന്ന കേസ് ആയതുകൊണ്ട് തന്നെ അത് നിലവിൽ നമ്മുടെ പെയ്ഡ് ക്ലയന്റിന് അവർക്ക് ഫയൽ ചെയ്യേണ്ട കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ വിളിക്കേണ്ട വെച്ചിട്ട് അത് അത്തരം സെഷനുകളൊക്കെ നമ്മൾ പെയ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുള്ളൂ. കാരണം സമയം കുറച്ച് ആളുകളും അതുകൊണ്ട് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്ന. അപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് കഴിഞ്ഞാൽ ഈ കേസാണ്. അപ്പം നമ്മൾ സർക്കിൾ തപ്പണം, ഏത് സർക്കിളിലാണ് ഏത് ഓഫീസറെയാണ് കണ്ടത്. അപ്പൊ നേരിട്ട് നമ്മൾ ചിലത് നമുക്ക് ഓൺലൈനിൽ നടക്കില്ല, ചില കേസുകൾ ഓൺലൈൻ നടക്കില്ല, ചിലടത്ത് ഓഫീസർ അടുത്ത് പോകേണ്ടി വരും. ചില കാലത്ത് യൂസർ ഐഡിയും പാസ്വേഡും ചിലപ്പോൾ അറിയില്ല, മൊബൈൽ നമ്പറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകളുണ്ടാവും, OTP കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന കേസുകൾ ഉണ്ടാവില്ല. ഇത്തരം കേസുകളിലൊക്കെ നമ്മുടെ ഓഫീസർ അടുത്ത് പോയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതിനാണ് നമുക്ക് ഈ പറയുന്ന ഈ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം എന്റെ ജൂറിസ്ഡിക്ഷൻ ഏതാണ്? അപ്പൊ സർക്കിൾ ആദ്യം സെലക്ട് ചെയ്യാം. എന്റെ സർക്കിൾ ഇവിടെ കൊണ്ടോട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പിൻകോഡാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സർക്കിൾ എന്ത് ചെയ്യും, ഇവിടെ ചേഞ്ച് ചെയ്ത് വരും. ക്ലിയർ ആയില്ലേ? ഇനി വേറെ ഏതെങ്കിലും ഒരാളെ പിൻകോഡ് എന്ന് പറഞ്ഞേ, മലപ്പുറം അല്ലാത്ത വേറെ ഒരാളുടെ പിൻകോഡ് എന്ന് പറഞ്ഞേ. 68506 678 506 പാലക്കാട് അല്ലേ? ഓക്കെ, ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്തു.
ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ലൊക്കേഷൻ ഏറെക്കുറെ വരുന്നുണ്ടോ? ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് നമ്മളെ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ ഇവിടെ വെച്ചാൽ മതി. AP സ്കൂൾ കറക്റ്റ് ആണ് കൊല്ലംകോട്. ഇവിടെയാണോ? കൊല്ലംകോടാണ്. അതെ 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 അതെ. ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് കൺഫേം അടിക്കാം. ഓക്കെ, അതെ. കൺഫേം അടിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ വന്നിട്ടുണ്ടോ? ഇനി ഞാനിവിടെ ഞാൻ ബിൽഡിംഗ് നമ്പർ ജസ്റ്റ് കൊടുക്കാൻ ആസ്ട്രിക്സ് ഉള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് പോകണം. ഇവിടെ ജൂറിസ്ഡിക്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്തുണ്ടോ ആലത്തൂർ എന്ന് വന്നു. ക്ലിയർ ആയില്ലേ? ജൂറിസ്ഡിക്ഷൻ ആലത്തൂർ ആണ്, കമ്മീഷണറേറ്റ് കോഴിക്കോടാണ്, ഡിവിഷൻ പാലക്കാടാണ്, റേഞ്ച് എന്ന് പറയുന്നത് ചിറ്റൂർ റേഞ്ച് ആണ്. താലൂക്ക് വൈസ്. ഇത് താലൂക്ക് എന്നല്ല, GSTയുടെ ചില ഈ റേഞ്ച്, ഡിവിഷൻ, ഈ സർക്കിൾ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഓരോന്നിനും ഓരോ കാഴ്ചപ്പാടാണ്. ഇപ്പൊ എന്താ പറയാ, ഈ കള്ള് ഷാപ്പിനൊക്കെ റേഞ്ച് എന്ന് പറയുന്നത് വേറെ ഒരു തരത്തിലുള്ള റേഞ്ചാണ്. റേഞ്ച് മീൻസ് അവരുടെ ആ ഒരു എന്താ പറയാ, മനസ്സിലായില്ലേ? മേഖല എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ ഓരോ വാർഡിനനുസരിച്ച്, ഓരോ പഞ്ചായത്തിനനുസരിച്ച് റേഞ്ച് എന്ന് പറയാം. റേഞ്ച് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയല്ലേ, അതിൽ ഓരോന്നിനും കണക്കാക്കുക. അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ നമ്മുടെ പിൻകോഡാണോ അവിടെ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവരിലേക്ക് ആ ഒരു സർക്കിളും റേഞ്ചും കമ്മീഷണറേറ്റും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, മാറി വരും. അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന എന്തായിരുന്നു, 4 ഇടപാട് വരുന്നുണ്ടല്ലേ? കൊല്ലംകോട് എന്ന് അടിച്ചു കൊടുക്കുമ്പോ ചിറ്റൂര്, പാലക്കാട്, ആലത്തൂർ, കോഴിക്കോട് 4 സ്ഥലങ്ങൾ ഇതില് ഇതാണ്. 4 മേലധികാരികൾ അങ്ങനെ വരുന്നുണ്ട് അല്ലെ? അതെ, ആദ്യം ഒരു സർക്കിൾ വരും. ഇയാളാണ് ആലത്തൂരിലുള്ള ആളാണ് നിങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ. ഇയാളടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ ചിറ്റൂരിലേക്കാ പോവാ. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ പാലക്കാട് ഡിവിഷനിലേക്ക്. അതായത് ഇവിടുന്ന് ആദ്യം പരിഹരിക്കും. ഇവിടുന്ന് കിട്ടാത്ത ആളെ ഇവിടേക്ക് എത്തും, ഇവിടുന്ന് കിട്ടാത്ത ആളെ ഇവിടേക്ക് എത്തും, ഇവിടുന്ന് കിട്ടാത്ത ആളെ ഇവിടേക്ക് എത്തും. ജില്ല ഇവിടുന്ന് കിട്ടാത്ത ആളെ കേന്ദ്രത്തേക്ക് പോകും. കേന്ദ്രമാണ് കോഴിക്കോട്. ഇവിടുന്ന് വിട്ടാത്ത ആളുകളെ നേരെ അങ്ങോട്ടേക്ക് പോകും, കേന്ദ്രത്തിലേക്ക്. അപ്പം ഈ രീതിയിലാണ്. ഇപ്പൊ മിക്കവാറും ചെറിയ ചെറിയ കേസുകളൊക്കെ ഇവിടെ തീരും. നമ്മളെ സർക്കിളിനകത്ത് തന്നെ തീരും. അവിടെ സർക്കിൾ ഓഫീസർ ഉണ്ടോ, അയാളുടെ അടുത്ത് തന്നെ തീരും. അവിടുന്ന് കയറാത്ത ചുറ്റിലേക്ക് ഇങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പിൻകോഡ് മാറരുത് എന്നുള്ളതാണ്. നമ്മളെ നിൽക്കുന്ന സ്ഥലത്തിന് പിൻകോഡ് മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഇമെയിലും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ നാച്ചർ ഓഫ് പൊസഷൻ ഓഫ് ബിസിനസ്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. കൺസെന്റ് ആണോ, ലീസ് ആണോ, റെന്റ് ആണോ, ഷെയർഡ് ആണോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെന്റ് ആണെങ്കിൽ റെന്റഡ് എന്ന് കൊടുക്കാം. ഓൺ ആണെങ്കിൽ നമ്മൾ സ്വന്തം ഭൂമി ആണെങ്കിൽ ഓൺ കൊടുക്കാം. ലീസ് ആണെങ്കിൽ ലീസ് കൊടുക്കാം. എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, ഷെയർഡ് ആണെങ്കിൽ ഷെയർഡ് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ റെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ റെന്റിനനുസരിച്ചുള്ള ഡോക്യുമെന്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇനി സ്വന്തം ഭൂമിയാണെങ്കിൽ വേറെ സംശയമൊന്നുമില്ല. നമുക്ക് എന്തേ ഉള്ളൂ, ഇലക്ട്രിസിറ്റി ബില്ലോ, ലീഗൽ ടാക്സ് ഇൻവോയ്സോ, ടാക്സ് പ്രോപ്പർട്ടി റെസിപ്റ്റോ എന്താ വെച്ചാൽ അതെന്ത് ചെയ്യാം, കൊടുക്കാം. ഞാനിപ്പോൾ റെന്റ് എന്ന് കൊടുക്കാം. നോർമലി എല്ലാവരുടെ കേസുകളിലും റെന്റ് ആയിരിക്കും വരും. അതുകൊണ്ട് ഞാൻ റെന്റ് കൊടുക്കുന്നു. ആ റെന്റിന് വേണ്ടി ഞാനൊരു റെന്റ് അഗ്രിമെന്റ് കൊടുക്കും. ആ റെന്റ് അഗ്രിമെന്റ് ഞാൻ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഞാനൊരു റെന്റ് അഗ്രിമെന്റ് ഇതിനകത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യും. ഏതെങ്കിലും ഒരു റെന്റ് അഗ്രിമെന്റ് ഉണ്ട് നോക്കാം. ഇത് ചിലക്കാർ റെന്റ് അഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിന് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, PDF ഓർ JPG ഫയല് മാക്സിമം പോയാൽ 1.95, അതായത് 2 MB താഴത്തുള്ള ഒരു ഫയലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതാണ് നാച്ചർ ഓഫ് പൊസഷൻ ഓഫ് ബിസിനസ്. ക്ലിയർ ആയില്ലേ? അതായത് നമ്മുടെ കൈവശത്തിലാണ്, നമ്മുടെ കയ്യിലാണ് ഈ സ്ഥലം എന്ന് പറയാനുള്ള ഡോക്യുമെന്റ്. ഇനി അതിനുള്ള പ്രൂഫ്, ആ സ്ഥലത്തിന് പ്രൂഫ് ഉണ്ടാവുമല്ലോ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൂഫാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഏറ്റവും നല്ലത് ഒരു ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. സാധാരണ രീതിയിൽ ഇവിടെ തന്നെ ഇതിനും റെന്റ് അഗ്രിമെന്റ് ധാരാളമാണ്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ റെന്റ് അഗ്രിമെന്റ് കൊടുത്ത് മുമ്പോട്ടേക്ക് പോകാം. പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഒരേ ഡോക്യുമെന്റുകൾ തന്നെ നമ്മൾ കൊടുത്തു പോവുകയാണെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റിൽ ഒരു എൻക്വയറി വരും. വീണ്ടും നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ നടക്കേണ്ടി വരും. ആ എൻക്വയറിക്ക് അനുസരിച്ച് പിന്നെ നമ്മൾ ഡോക്യുമെന്റ് പിന്നീട് ചെയ്ത്, അപ്പൊ അവര് പറയും ടാക്സ് റെസിപ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലത് ഒരേ അഡ്രസ്സും ഒരേപോലെയുള്ള കാര്യങ്ങളുള്ള 2 ഡോക്യുമെന്റ്, ഡിഫറെന്റ് ഡോക്യുമെന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ പെട്ടെന്ന് തീരും. ക്ലിയർ ആയില്ലേ? പരിപാടികൾ എന്തായിരുന്നു ആ ചോദിച്ചു? എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കമ്പ്യൂട്ടറിൽ എങ്ങനെയാ സേവ് ചെയ്യുന്നത്?
ഡോക്യുമെന്റ് ഡോക്യുമെന്റ്സ് കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെയാ സേവ് ചെയ്യുന്നത്? എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുന്നത്? ഡോക്യുമെന്റ് കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് ചോദിച്ചത്? കമ്പ്യൂട്ടറിലേക്ക് അതെ അതെ അത് അപ്ലോഡ് ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് സിമ്പിൾ അല്ലേ. നമ്മൾ വാട്സപ്പ് എടുത്തിട്ട് വാട്സപ്പിൽ ഒരു ഇതാ വാട്സപ്പ് ആണെങ്കിൽ ഈ വാട്സപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടേക്ക് വരില്ലേ? സിമ്പിൾ അല്ലേ? വാട്സപ്പിൽ ബിസിനസ് ആക്കി സിമ്പിൾ ആയിട്ട് ചെയ്തോടെ. ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് അങ്ങോട്ട് ചെയ്യാം. നമ്മളെ വാട്സപ്പിലേക്ക് അങ്ങ് ഷെയർ ചെയ്യാം. എന്നിട്ട് വാട്സപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അതിൽ ഡൗൺലോഡിലേക്ക് ഒന്നും നേരെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ പോരെ. നിങ്ങളുടെ ഐഡിയ ഒക്കെ അനുസരിച്ച് ഉപയോഗിക്കാം. ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഇമെയിൽ എടുത്തിട്ട് വാട്സപ്പ് ലാപ്ടോപ്പിൽ നിന്ന് ഇമെയിൽ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ എടുക്കാലോ. ഒരുപാട് സംവിധാനങ്ങളില്ലേ? ഓക്കെ, ഞാൻ ഏതൊക്കെ വൈകുന്നറിയാം. ആയിക്കോട്ടെ. നമ്മോടെല്ലാം ചോദിക്കാം. എനിക്ക് നിങ്ങൾക്ക് ഫ്രീ ആണ്. എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാത്തതാണ്. നിങ്ങൾക്ക് എന്ത് വട്ടത്തരാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ രസമാണ്. ഞാനത് നല്ല രീതിയിൽ എടുക്കുള്ളൂ. എന്ത് ഡൗട്ടുകളുണ്ട് ഇതേപോലെ ചോദിക്കണം കേട്ടോ. അക്കൗണ്ട്സ് പഠിക്കുമ്പോഴും നമുക്ക് എല്ലാവരും പറയാനുള്ളത് നല്ല എന്തായിരുന്നു? വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. മറ്റുള്ള ക്ലാസ്സിനെക്കാട്ടി വേറെ 1-2 ക്ലാസ്സുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും വളരെ എന്താ പറയാ, നമ്മൾ ഇതുപോലെയല്ല. ഓക്കെ, താങ്ക് യു. ഒരു ലൈവായിട്ട് വന്നിട്ട് കിട്ടിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോഴേ ഇതിലേക്ക് നമുക്ക് പറയാം. പിന്നെ ഇനി അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് 2 ഡിഫറെന്റ് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചില സമയങ്ങളിലെങ്കിലും നമ്മോട് രണ്ടാമത് അതിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ GST ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് വരും. ഈ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പൊ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്നത് റെന്റ് ആണെങ്കിൽ റെന്റ് അഗ്രിമെന്റ് വെക്കും, പിന്നീട് ആ ഒരു സ്ഥാപനത്തിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് വെക്കും. ഇത് രണ്ടും വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് പോകുന്നതായിട്ടും ഒരു ബുദ്ധിമുട്ടില്ലാതെ 2-3-4 ദിവസം കൊണ്ട് GST കിട്ടുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് ചെയ്യാനാണ് പറയാം. ഇനി ചില കേസുകൾ നമ്മൾ സ്വന്തം ഭൂമിയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അതിന് തെളിയിക്കാനുള്ള രേഖ എന്താ, അതിനനുസരിച്ചുള്ള നമ്മളതായ രേഖകൾ വെച്ചു കൊടുക്കുക. ഓൺ ആണെങ്കിൽ ഓൺ ആവശ്യമുള്ള രേഖകൾ വെച്ചു കൊടുക്കുക, ഇലക്ട്രിസിറ്റി ബില്ലോ കാര്യങ്ങളോ വെച്ചു കൊടുക്കുക, മുമ്പോട്ടേക്ക് പോകാം, പ്രോസസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഏതാണോ നമ്മളെ ബിസിനസ് അതിനനുസരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. കൺസെന്റ്, ഈ കൺസെന്റ് എപ്പോഴാണ് വരുന്ന അറിയാം. ഇത് ഇപ്പൊ മിക്കവാറും ചോദിക്കാണ്. ചില ആളുകൾ പറയും, എനിക്ക് സാറേ ഞാൻ പുതിയ ബിസിനസ്സാണ്, വലിയ പൈസ ഒന്നും ഇല്ല കയ്യിൽ. അപ്പം വീട് തന്നെ ഒരു വീട്ടിൽ തന്നെ അല്ല, നമ്മുടെ വീട് തന്നെ ഒരു റൂമാക്കി അഡ്രസ്സ് കാണിച്ചിട്ട് അല്ലേ, അതിനകത്ത് ബിസിനസ് ചെയ്ത് പിന്നീട് ലൈക്ലി ടു ബി നമ്മുടെ ബിസിനസ് വളരുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം, അതിനകത്ത് ആ ബിസിനസ് ഒക്കെ അങ്ങോട്ടേക്കൊക്കെ മാറ്റും. മിക്കവാറും ആളുകൾ ഇങ്ങനെ വരും. ഇപ്പോൾ ന്യൂജൻ ബിസിനസ്സുകളൊക്കെ അല്ലേ, എല്ലാവരും ഓൺലൈൻ ബിസിനസ്സുകളാണ്. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എല്ലാവർക്കും GST നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമായ സമയത്ത് ഇവർക്ക് ഈ ഒരു ഓഫീസ് എടുക്കാനോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് സെറ്റ് ആക്കാനുള്ള ഒരു ചിലവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ള ഒരു 10-20 രൂപക്ക് അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന പരിപാടിയായിരിക്കും. അപ്പൊ മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും, വീടായിരിക്കും അവരുടെ GSTയുടെ ഓഫീസാക്കി വരിക. അപ്പൊ ആ വരുന്ന സമയത്ത് മിക്കവാറും ഇത് അച്ഛന്റെ അമ്മയുടെ പേരിലായിരിക്കും വീട് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും. ഇപ്പോ ചില ആളുകൾക്ക് എങ്കിലും സ്വന്തം വീടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ്റെ ആണ് അമ്മയുടെ പേരിലാണെങ്കിൽ അവരുടെ നിന്ന് കൺസെന്റ് വാങ്ങണം. അതാണ് കൺസെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന ആളുകൾക്ക് ഇപ്പോൾ പ്രസാദിന് ഈ സംഭവം ചെയ്തു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ് എന്നുള്ള ആ ഒരു കൺസെന്റ് ഇല്ലേ, ആ ഒരു കൺസെന്റ് ലെറ്റർ തരുന്നില്ലേ, ആ അയാള് തന്നു, ആ നമ്മളൊരു വലിയ ബാധ്യതക്കാരനായി GST ഡിപ്പാർട്ട്മെന്റിന് ഈ നമ്മളൊരു ബാധ്യതക്കാരനായി. അപ്പൊ ഈ കൺസെന്റുകാരെ പിടിക്കുവോ? അയാൾക്ക് ബിസിനസ് ചെയ്യാനുള്ള സ്പേസ് അല്ല കൊടുത്തു, അയാൾ ഒന്നായിട്ട് മാന്തി പോകാനുള്ള ലൈസൻസ് കൊടുത്തിട്ടില്ലല്ലോ. അല്ല, അവർക്ക് പിന്നെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവോ? കൺസെന്റ് തന്നവർക്ക് പിന്നീട് വല്ല ബുദ്ധിമുട്ടും അനുഭവപ്പെടേണ്ട വരുമോ നമ്മൾ കാരണം? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ജാമ്യക്കാരൻ പടില്ല, അതുമാതിരി പെടുവോന്നാണ് ചോദിച്ചത്. വെരി ഗുഡ്, നല്ല ചോദ്യാ ഇത്. അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മള് ഹുസൈൻ ഖാൻ, ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ ഉദാഹരണം, ഞാൻ എന്റെ ബിസിനസ്സിനകത്താണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട് ടൗണില്, അതിനകത്ത് ഹുസൈൻ ഖാൻ വന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഞാൻ ഹുസൈൻ ഖാക്ക് ഒരു റെന്റ് അഗ്രിമെന്റ് തന്നു. ഹുസൈൻ ഖാൻ ബിസിനസ് ചെയ്ത് ആകെ ചക്കക്കൂട്ടാനാക്കി അവിടുന്ന് പോയി നീയായിരിക്കും. അങ്ങനെ പോയി എനിക്ക് ഒരുപാട് ബാധ്യത ഒക്കെ വരുത്തി വെച്ച് നിങ്ങൾ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനാ നിങ്ങൾ സഹിക്കുന്ന വാരം? ഞാൻ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കൊടുത്തു, നിങ്ങൾ അവിടെ എന്തോ ചെയ്തു, നിങ്ങൾ പൂട്ടി, നിങ്ങൾ പോയി. ഞാൻ അവിടെ നിങ്ങളുടെ അടുത്തുള്ള ബാക്കി എല്ലാ സാധനങ്ങളും തട്ടിക്കൊട്ടി ഞാൻ വാടക കൊടുക്കും. പരിപാടികളൊന്നും അല്ല, അങ്ങ് ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ സിനാരി വന്ന
പിന്നെ എപ്പോഴും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറയേണ്ട ചെറിയ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഈ വീട് നമ്മൾ രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു GST ഒരു ഓഫീസ്, ഇപ്പൊ നമ്മുടെ എന്റെ ബിസിനസിന്റെ ഓഫീസ് എന്റെ വീടാണ് വിചാരിക്കും. മിക്കവാറും എന്റെ വീട്ടിൽ എന്റെ വൈഫ് മാത്രമേ ഉള്ളൂ വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ പങ്ങള് ആരെങ്കിലും ആയിരിക്കും എന്റെ വീട്ടിലുണ്ടായിരിക്കും. GST ഓഫീസർക്ക് എനി ടൈം നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? ഇന്നർ മീനിങ് മനസ്സിലായില്ലേ? ഇത് വലിയൊരു അപകടമുണ്ട് ഇതിനകത്ത്. അല്ല, GST അതായത് അവിടെ വന്നിട്ട് എല്ലാ ദിവസവും കയറി നിരങ്ങുന്നല്ല എന്റെ അർത്ഥം. പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം ആയിരിക്കുന്നുണ്ട്, അവർക്കുണ്ട്, ഓഫീസേഴ്സിനുണ്ട്. ആ ഒരു ഓഫീസർക്ക് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ശ്രദ്ധിക്കണം. പ്രാക്ടിക്കൽ സെഷനെ പറഞ്ഞു കുറച്ചാൾക്ക് മനസ്സിലായില്ല, സംഭവങ്ങൾ മനസ്സിലായില്ല, ആ അർത്ഥത്തിൽ എടുക്കാം. അപ്പൊ അത് ചില സമയങ്ങളിലെങ്കിലും ബുദ്ധിമുട്ടാവാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ സ്ഥിരമായിട്ട് പുറത്താണ്, എന്റെ മിക്കവാറും ഓൾമോസ്റ്റ് ഞാൻ പുറത്താണ്. വൈഫ് മാത്രമേ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീടിന്റെ അഡ്രസ് ആണെങ്കിൽ GST ഓഫീസർ എപ്പോഴും വീട്ടിലേക്ക് വന്നാലോ എനിക്ക് അയാളെ തടുക്കാൻ പറ്റുമോ? ഇൻ എനി കേസ് എന്തെങ്കിലും അർത്ഥത്തിൽ അയാൾ വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? ലോന്റെ അടിസ്ഥാനത്തിൽ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. മനസ്സിലായില്ലേ? പ്രാക്ടിക്കൽ സിനാരിയോ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇനി ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നാച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ബീങ് ക്യാരിഡ് ഔട്ട് അറ്റ് അബവ് മെൻഷൻ പ്രെമിസസ്. ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നതെന്നാ ചോദിച്ചേ. അതായത് ലീസിങ് ബിസിനസ് ആണോ, റീറ്റെയിൽ ബിസിനസ് ആണോ, കോൺട്രാക്ട് ബിസിനസ് ആണോ, എക്സ്പോർട്ടിംഗ് ആണോ, സർവീസ് ആണോ കൊടുക്കുന്നത്, ഹോൾസെയിൽ ബിസിനസ് ആണോ, എന്താണോ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്തത്. ഞാനിവിടെ റീറ്റെയിൽ ബിസിനസ്സും ഹോൾസെയിൽ ബിസിനസ്സും എന്ത് രണ്ടും സെലക്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇനി ചില ആളുകൾ എന്ത് ചെയ്യും, ഇതല്ലാത്ത പുതിയൊരു ബിസിനസ്, ചില ആളുകൾ ഇല്ല ഇപ്പൊ ന്യൂജൻ ബിസിനസ്, എന്താ ബിസിനസ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല, പുതിയ ബിസിനസ്, അങ്ങനെയാണെങ്കിൽ സ്പെസിഫൈ ചെയ്യും എന്ത് പരിപാടി നിങ്ങൾ ചെയ്യണമെന്നല്ലേ. മനസ്സിലായില്ലേ? ഓക്കെ, കാരണം എല്ലാം ബിസിനസ്സാണ്, എല്ലാത്തിനും ബിസിനസ് മോഡലാണ് ഇപ്പൊ അല്ലേ. അതുകൊണ്ട് നിങ്ങളെ ബിസിനസ് എന്താ വെച്ചാൽ അതിനനുസരിച്ച് എന്താ ചെയ്യുക. അപ്പൊ റീറ്റെയിൽ ബിസിനസ്, ഹോൾസെയിൽ, ഇത് രണ്ടും ചെയ്യുന്നത്, രണ്ടും സെലക്ട് ചെയ്യുന്നു. നേരെ എന്ത് ചെയ്യുന്നു? സേവന് കണ്ടിന്യൂ അടിക്കുന്നു. നേരെ എന്ത് ചെയ്യുന്നു? മുമ്പോട്ടേക്ക് പോകുന്നു. അപ്പോഴേക്കും എന്തായി? ശ്രദ്ധിക്കണേ, അപ്പോഴേക്കും എന്തായി? GST ഇത്രയും പെർസെന്റേജ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായി ചെയ്തു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കാം, ഇപ്പൊ സ്ക്രീനിൽ ഒരു മെസ്സേജ് വന്നു. എന്താ മെസ്സേജ്? ആക്സസ് ഡിനൈഡ്. ഇത് നമ്മളെ നാട്ടില് GST ചെയ്യുമ്പോ ഒക്കെ ഉണ്ടാണ് പ്രശ്നം. അതായത് ചെയ്തോണ്ടിരിക്കുമ്പോ നെറ്റ് പോവും, ചെയ്തോണ്ടിരിക്കുമ്പോ കണക്ഷൻ പോവും. അപ്പം ഇതുവരെ ചെയ്തത് എവിടെ ഉണ്ടാവും, ഇതുവരെ ചെയ്തത് പോവോ സാറേ, ഇല്ലാണ്ടാവോ സാറേ, ഇത് ഇടക്കിടക്ക് സംഭവിക്കും. അപ്പൊ ഇതുവരെ ചെയ്തതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട. നേരത്തെ നമ്മൾ TR നമ്പർ ജനറേറ്റ് ചെയ്തില്ലായിരുന്നു, ടെമ്പററി റെഫറൻസ് നമ്പർ. ഇത് 15 ദിവസം വരെ TR നമ്പർ ഉപയോഗിച്ച് എനിക്ക് എപ്പോ വേണമെങ്കിൽ സാധനം ആക്സസ് ചെയ്യാം. ഞാൻ അതുവരെ സേവ് ചെയ്ത എല്ലാ സാധനം അവിടെ ഉണ്ടാവും. ഇത് നല്ല ഭാഗ്യത്തിന് ഈ സംഭവം ഇങ്ങനെ സൈൻ ഔട്ട് ആയത് നന്നായി. ഇതും കൂടി കാണിച്ചു തരാൻ പറ്റില്ല. മറ്റേ സാർ ഇതെന്താ ചെയ്യാന്ന് വെച്ച് വീണ്ടും ചോദിക്കും. ഇങ്ങനെ സൈൻ ഔട്ട് ആവുന്നത് നല്ലതാ, ചിലത് വീണത് നല്ലതെന്ന് അറിയില്ലേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മൾ ഈ സൈറ്റ് എടുക്കണം. സൈറ്റ് എടുത്തിട്ട് നേരത്തെ പോയ പോലെ സർവീസിൽ പോകുന്നു, രജിസ്ട്രേഷനിൽ ന്യൂ രജിസ്ട്രേഷനിൽ പോകുന്നു. ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ടെമ്പററി റെഫറൻസ് നമ്പർ എടുക്കുക അല്ലെ. ഇവിടെ ഈ ടെമ്പററി റെഫറൻസ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പൊ എന്റെ മൊബൈലിലേക്ക് വന്ന ടെമ്പററി റെഫറൻസ് നമ്പർ, മൊബൈലിലേക്ക് ഇമെയിലേക്ക് നേരത്തെ ടെമ്പററി റെഫറൻസ് വന്നിരുന്നല്ലോ, ആ ടെമ്പററി റെഫറൻസ് നമ്പർ ഇവിടെ അതേപോലെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ എന്റെ മൊബൈലിലേക്ക് വന്ന ടെമ്പററി റെഫറൻസ് അടിച്ചു നോക്കട്ടെ. ഓക്കെ, ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു. താഴത്ത് കാണുന്ന ക്യാപ്ച ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP എന്ത് ചെയ്യാം, അതുകൊണ്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഹലോ, നമ്മൾ GST ഫയൽ ചെയ്യുന്ന അടിയിൽ ഇങ്ങനെ ആയി നമ്മൾ എന്താ ചെയ്യാ? ഫയൽ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇതേപോലെ തന്നെ ഫയലിംഗ് നമ്മൾ അതേപോലെ പഠിക്കാനുണ്ട്. ഫയലിംഗിന് 3 തരത്തിലുള്ള ഫയലിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെ അറിയോ? റെഗുലറിലെ GSTR 1, 2A, 2B, 3B. കമ്പോസിഷനിലെ CMB 08, GSTR 4, GSTR 4A. IFF-ലെ QRMP സ്കീമിലെ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റിലെ IFF GSTR 1, 2A, 2B, 3B. ആനുവൽ റിട്ടേൺ 9C. പിന്നെ കമ്പോസിഷൻ സ്കീമിന്റെ ആനുവൽ റിട്ടേൺ വേറെ 4. പിന്നെ ഇവ ബില്ല്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുണ്ട്. ആരെങ്കിലും ഫുള്ള് പഠിക്കണോ? ആർക്കെങ്കിലും മുഴുവനായിട്ട് പഠിക്കണോ? ആർക്കെങ്കിലും? നിങ്ങളെ ഭയങ്കര തന്നെയുള്ള ആളുകൾ
വേണം പഠിക്കണോ? വേണം. ആരൊക്കെ വേണ്ടേ? വേണം. എത്ര ആൾക്കാർക്ക് പഠിക്കാൻ? ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ നോക്കട്ടെ. എല്ലാവർക്കും വേണോ? ഇതാണ് പ്രശ്നം. 10 ലക്ഷം രൂപ വേണോ ചാർജ്? വെരി നൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ, കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺ. എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവർക്കും അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഉള്ളതല്ല എന്ന് പറഞ്ഞത്. 3 തരത്തിലുള്ള ആളുകൾക്കാണ് GST മുഴുവനായിട്ടും പഠിക്കേണ്ടത്. ആർക്കൊക്കെയാണ് അറിയാം? ഒന്ന്, GST-യിൽ ഒരു പുതിയ മേഖല കണ്ടെത്താൻ പോകുന്ന ആളുകൾ. അതായത് കൺസൾട്ടൻസി. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ഇപ്പോൾ GST പഠിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ ഫയലിങ്ങും പഠിക്കണം. ഞാൻ കാരണം ചിലപ്പോൾ റീജ മേഡം എൻ്റെ അടുത്ത് വരുന്നത് കമ്പോസിഷൻ സ്കീമിന്റെ ഫയലായിട്ടായിരിക്കും. എനിക്ക് അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. കാജ ഹുസൈൻക്ക് എൻ്റെ അടുത്ത് വരുന്നത് ചിലപ്പോൾ റെഗുലറിന്റെ ഫയലിംഗ് ആയിരിക്കും, അത് എനിക്ക് അറിഞ്ഞിരിക്കണം. മൂസിന് എൻ്റെ അടുത്ത് വരുന്നത് ചിലപ്പോൾ QRMP സ്കീമിലായിരിക്കും, എനിക്ക് അറിഞ്ഞിരിക്കണം. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണുഗോപാൽ സാറേ എനിക്ക് ഇ-വേ ബില്ല് എടുത്തു തരണം. അത് കഴിയുമ്പോൾ പ്രസാദ് സാർ ഈ ഇൻവോയ്സിംഗിൽ എന്തോ പ്രശ്നം ഉണ്ടാവും, ക്ലിയർ ചെയ്തു തരാം സാറേ ചോദിക്കും. ഇതെല്ലാം അറിഞ്ഞാലേ ഈ ഒരു സാധനം പിടിച്ചിരിക്കാൻ കൺസൾട്ടന്റിന് ഈ സാധനം മുഴുവൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാം. ഇപ്പൊ നിലവിൽ ഇപ്പൊ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ ഇപ്പൊ ഒരുപാട് ആളുകൾ പരിപാടിയില്ലേ? എന്താണ് മണി ചെയിൻ പോലത്തെ കുറെ സാധനങ്ങളില്ലേ? അങ്ങോട്ട് കൊടുക്കുക, കുറെ സോപ്പ് കൊടുക്കുക, 100 രൂപേന്റെ സാധനം 1000-ന് വെക്കുക, 1000 സാധനം അതിന്റെ ബൈനറി സെക്കൻഡറി മാച്ചിങ് കോൺസെപ്റ്റ്, ഭയങ്കര പൈസ, ലക്ഷങ്ങളും കോടികളും ഇപ്പൊ കുറെയൊക്കെ ഒരു എന്നൊക്കെ പൂട്ടി തുടങ്ങുന്നുണ്ട് അല്ലേ? നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ ബിസിനസ്സുകളും ഇങ്ങനെ മോശമെന്ന് പറയല്ല. ചിലത് ഇതിങ്ങനത്തെ സൈഡ് ബിസിനസ് ഒന്നും ചെയ്യണ്ട. നല്ല രീതിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അക്കൗണ്ട്സോ മറ്റെന്തെങ്കിലുമൊക്കെ പഠിച്ച് സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് വർക്കൊക്കെ എടുത്ത് വീട്ടിലിരുന്നുള്ള വർക്കുകൾ എടുക്കുക. എന്താ അത് കുറെ ആളുകൾ ചേർത്ത് ആരാന്റെ കുറെ പൈസ ഇങ്ങോട്ടാക്കിയിട്ട് എന്താണ് കാര്യം? ഇതിലെല്ലാരും ചെയ്തെന്നല്ല കേട്ടോ. പല ആളുകളുടെയും സ്റ്റാറ്റസ് ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു ചില സമയത്ത് ഹൈറീച്ച് പേരൊന്നും അതൊന്നും അങ്ങോട്ടോട്ട് പറയില്ലേ. ഇതൊക്കെ റെക്കോർഡ് ചെയ്തോടെ പോയി കഴിഞ്ഞാൽ ഇന്നിട്ടിട്ട് പൂസുന്ന ആൾക്കാർ വരും. ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, റിച്ച് ആയിട്ടും ചെറുതായിട്ടും സ്ലോ ആയിട്ടും വലുതായിട്ടും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത. അതേപോലെ വേറൊരു ഭാഗത്ത് സാധനമാണ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്. കേട്ടിട്ടുണ്ടോ? ക്രിപ്റ്റോ കറൻസി ഇത്ര പെർസെന്റേജ് ഡെയിലി, ഇത്ര പെർസെന്റേജ് ഡെയിലി, അത്ര പെർസെന്റേജ് എന്നൊക്കെ വരണ കോയിന് കിട്ടും, USDT കിട്ടും. കേട്ടില്ല? USDT-ന്റെ കച്ചവടം ഒന്നും കേട്ടില്ല. USDT എന്താണെന്നറിയോ? ബിറ്റ്കോയിൻ എന്താണെന്നറിയോ? ബിറ്റ്കോയിൻ കേട്ടിട്ടില്ല? ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ, ഇതേറിയം, ട്രോൺ, TRX, മാറ്റിക്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കേട്ടിട്ടില്ല? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ ഡോളറിലെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാം. ഡോളർ വേറെ, ഡോളർ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വേറെ കോൺസെപ്റ്റാണ്. ഡോളർ എന്ന് പറഞ്ഞൊരു കറൻസി യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ. ഡോളർ ഇപ്പൊ രൂപ എന്ന് പറഞ്ഞ പോലത്തെ ഡോളർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് യഥാർത്ഥത്തിൽ. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാല് കാണാനും തൊടാനും പറ്റാത്ത ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ക്രിപ്റ്റോ കറൻസി. ഡിജിറ്റൽ കറൻസി. ഡിജിറ്റൽ കറൻസി ഇന്ത്യയിൽ ലീഗൽ ആണോ? അറിയോ? അല്ല. ആര് പറഞ്ഞു? നിർമ്മല സീതാരാമൻ പറഞ്ഞോ? അല്ല, ഇപ്പൊ പുതിയ ബജറ്റിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്രിപ്റ്റോ കറൻസി കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ക്രിപ്റ്റോ കറൻസി ഇന്ത്യയില് ലീഗൽ ആണ്, ലീഗൽ ടെൻഡർ അല്ല. അങ്ങനെ പറഞ്ഞാല് ഇപ്പം എൽ സാൽവദോർ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. എൽ സാൽവദോർ, ആ രാജ്യത്ത് ലീഗൽ ആണ്, ലീഗൽ ടെൻഡർ ആണ്. അതായത് ഇപ്പൊ സനീഷ് എൽ സാൽവദോറിലുള്ള ഒരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കും. ഞാൻ സനീഷിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം, ഒരു 50,000 രൂപയുടെ സാധനം വാങ്ങിയെന്ന് വിചാരിക്കും. എനിക്ക് വേണമെങ്കിൽ സനീഷിന് ക്യാഷ് കൊടുക്കാം, ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി കൊടുക്കാം. സനീഷ് ഇത് ആക്സെപ്റ്റ് ചെയ്യണം, നിർബന്ധമാണ്. ഇന്ത്യയിലാണെങ്കിലോ, ഇപ്പൊ വേണുഗോപാൽ സാർ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ബിസിനസ്, ആ ഒരു സർവീസോ ബിസിനസ്സോ ആക്കി തന്നു കഴിഞ്ഞാൽ വേണുഗോപാൽ സാറിന് എനിക്ക് വേണമെങ്കിൽ അതിന്റെ റെമ്യൂണറേഷനായിട്ട് പൈസ കൊടുക്കാം, അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് കൊടുക്കാം. ഇത് 2 സാധനമാണ് ലീഗൽ ടെൻഡർ. ക്രിപ്റ്റോ കറൻസി കൊടുത്താൽ ആൾക്ക് വാങ്ങണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ഇതാണ് ലീഗലും ലീഗൽ ടെൻഡറും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ക്ലിയർ ആയോ? ഇതിങ്ങനെ
ഇത് ഈ രീതിയിൽ മനസ്സിലാക്കണം. അപ്പൊ ഇന്ത്യയിൽ ഇനിയിപ്പം വേണുഗോപാൽ സാർ ക്രിപ്റ്റോ കറൻസി ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം, ആ സാധനം എനിക്ക് വാങ്ങിപ്പോവാം. ഇപ്പം ലുലു വാല്യൂ സ്റ്റാറ്റിക് അല്ല എന്നുള്ളതാണ്. വാല്യൂ ലുലു നിലവിൽ ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ആരൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു? മൈക്രോസോഫ്റ്റ്, ലുലു, ബീമ ഗോൾഡ്, ടെസ്ല, വിസ കാർഡ്, ഗൂഗിൾ അതിന്റെ പിന്നാലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ ക്രിപ്റ്റോ അല്ല സാറേ ഞാൻ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യില്ല, ഇന്ത്യൻ റുപ്പീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് ചിലവർ വാങ്ങിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ? അങ്ങനെ ചെയ്യാൻ പറ്റും. മണി ഇന്ത്യൻ റുപ്പീസ് എന്നിട്ട് അത് ഡബിൾ ചെയ്യും, അങ്ങനെ എന്തൊക്കെയാണ് ചിലവര് ഡബിളിംഗ് എന്നുള്ള ഡബിൾ അല്ല, അതിന്റെ റേറ്റ് വിൽ ഇൻക്രീസ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ. ഇതിൽ അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ചിലപ്പോ അത് ലോസിൽ പോകും, മൈനസിൽ പോകും, ചിലപ്പോ അത് ഹയസ്റ്റിൽ പോകും. ക്രിപ്റ്റോ കറൻസി മൈനസിലേക്ക് പോവാൻ, അതായത് നല്ല എന്താ പറയാ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ മൈനസിലേക്ക് പോവാൻ സാധ്യതയില്ല. ഫണ്ടമെന്റലി സ്ട്രോങ് മീൻസ് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റോ ക്രിപ്റ്റോ കറൻസിയിലോ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ലോങ് ടേം ട്രേഡിംഗ്, ഷോർട്ട് ടേം ട്രേഡിംഗ് ഉണ്ട്. ലോങ് ടേം ട്രേഡിംഗിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് ചെയ്യാം. ഷോർട്ട് ടേം ട്രേഡിൽ അതായത് ഫ്യൂച്ചർ, ഗ്രിഡ്, ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ സ്ട്രാറ്റജീസുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്ന വേറൊരു സ്ട്രാറ്റജിയാണ്. ഷോർട്ട് ടേം സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഈ ടെക്നിക്കൽ അനാലിസിസിൽ നമുക്ക് ഗ്രാഫ് റീഡ് ചെയ്യാം. ടെക്നിക്കൽ അനാലിസിസ് ആയിട്ടില്ല, ഗ്രാഫ് റീഡ് ചെയ്യുക. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടല്ലേ നിങ്ങൾ ഈ ചോപ്പും മഞ്ഞൊക്കെ ഉള്ള ഒരുപാട് സാധനം കൊണ്ടോട്ട് മൂവ് ചെയ്യുന്നത്, ഗ്രാഫിൽ റീഡ് ചെയ്യണം. അപ്പ് ആൻഡ് ഡൗണുകളെ കുറിച്ച് പറയുന്നത്, അപ്പ് ട്രെൻഡ്, ലോങ് ട്രെൻഡ്, ഇങ്ങനെയുള്ള ട്രെൻഡുകൾ, പിന്നെ ഡിമിനിഷൻ. ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ +1 +2 പഠിച്ച ഈ ഗ്രാഫുകളില്ലേ, ഡിമിനിഷൻ ഫ്രീക്വൻസി കർവ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, മാർജിനൽ യൂട്ടിലിറ്റി കർവ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ എങ്ങനെയാണ് ഈ ഒരു വർക്ക്. ഞാൻ ഫുള്ള് പ്രാക്ടിക്കലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളാട്ടാ. അതുകൊണ്ടാണ് ഈ സാധനം എനിക്ക് പ്രാക്ടിക്കലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ മുമ്പ് എക്കണോമിക്സ് പഠിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഈ ഡിമാൻഡ്, സപ്ലൈ, ഈ സാധനങ്ങളൊക്കെ ഞാൻ ഫുള്ളി പ്രാക്ടിക്കലായിട്ട് പഠിക്കാം. അല്ലെ, എപ്പോഴും പറയുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൈസ്. ഓണക്കാലത്ത് പച്ചക്കറിക്ക് എന്തുകൊണ്ട് വില കൂടുന്നു? പച്ചക്കറിക്ക് ഡിമാൻഡ് കൂടുന്നു. സോ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നു. ഒരുപാട് പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നാൽ ഇവിടുത്തെ പച്ചക്കറിന്റെ വില കുറയും. മീൻസ് സപ്ലൈ കൂടി കഴിഞ്ഞാൽ പ്രൈസ് കുറയും. ഇങ്ങനെയുള്ള സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ ഡെറിവേറ്റീവ് മാർക്കറ്റിലും ഫോറക്സ് മാർക്കറ്റിലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലും എല്ലായിടത്തും സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്കവാറും ക്രിപ്റ്റോ കറൻസിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ വേണുഗോപാൽ സാറിനോട് ഈ സംഭവം പറയും, സാർ കുറച്ച് പൈസക്ക് വാങ്ങും. സാർ ജോർജ് സാറോട് കുറച്ച് സംഭവം പറയും, ജോർജ് സാർ, കാജാവ്, ഇവരൊക്കെ എല്ലാവരും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മീഷനും ബൈനറിയും ഡബിൾ ആവും, 3 ഇരട്ടിയോ 4, അങ്ങനത്തെ ഒരു പരിപാടി ലോകത്തില്ല. ഫസ്റ്റ് മനസ്സിലാക്കാം. നമ്മളൊക്കെ അക്കൗണ്ട്സിലുള്ള ആളുകളാണ്. നമ്മളെ തലച്ചോറ് നല്ലോണം ഉപയോഗിക്കാം. വെറുതെ പൈസ ഇരട്ടിക്കുന്ന ഒരു പരിപാടി ലോകത്തില്ല. ലാഭം മാത്രമുള്ള ഒരു ബിസിനസ്സും ലോകത്തില്ല. നമ്മളത് മനസ്സിലാക്കണം. അക്കൗണ്ട്സിൽ സുഹൃത്ത് പറഞ്ഞോ, പൈസ ഇരട്ടിക്കാനുള്ള പരിപാടിയാണ് ക്രിപ്റ്റോ കറൻസി. 50,000 റുപ്യ അത് പിന്നെ 1 ലക്ഷമായിട്ട് മാറും. ഇതൊക്കെ പറഞ്ഞു മാറും. പക്ഷെ വേറെ ഉണ്ട് ഇതില്. നമ്മൾ ഈ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഗ്രോത്ത് റേഷ്യോ മറ്റ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയേക്കാൾ ഇതിന് കൂടുതലാണ് ഗ്രോത്ത് റേഷ്യോ. പക്ഷെ അത്ര തന്നെ അപകടം എവിടേക്കുണ്ട്? താഴോട്ടേക്കുണ്ട്. റിസ്ക് എടുക്കുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് സാധാരണക്കാർ പറയാറില്ലേ? അതായത് നോ പെയിൻ നോ ഗെയിൻ. പക്ഷെ ഇതില് അപകടകരമാവിധം നോ പെയിനും നോ ഗെയിനും സംഭവിക്കും. അതന്നെ റിസ്ക് എടുക്കുമ്പോ അപകടകരമാവിധം എന്ന് പറയുകയാണെങ്കിൽ, ഉദാഹരണം, എൻ്റെ ഒരു സുഹൃത്ത് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ 50,000 രൂപ ഷിബ് എന്ന് പറഞ്ഞൊരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. വിത്തിൻ 4 months കൊണ്ട് അവൻ മാർക്കറ്റിൽ നിന്ന് വലിച്ചത് 50 lakh ആണ്. 50,000 രൂപ 50 ലക്ഷം രൂപയായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് വലിച്ചത്. വിത്തിൻ 4 months ഉണ്ട്. 50,000 50 ലക്ഷമായിട്ട് ഷിബ് എന്ന് പറഞ്ഞ കോയിനിൽ അന്ന് 3,000 4,000 അവൻ വീണ്ടും ഹോൾഡ് ചെയ്താണെങ്കിൽ വീണ്ടും ഹോൾഡ് ചെയ്താണെങ്കിൽ 1 CR വരെ അവന് വലിക്കായിരുന്നു. പക്ഷെ അവൻ ഓൾമോസ്റ്റ് അവൻ സാറ്റിസ്ഫൈഡ് ആയി, അവൻ ഇറങ്ങിയതാ. ഇനി ഇതേപോലെ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ക്രിപ്റ്റോയില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ സംഭവം. ബിറ്റ് കോയിൻ ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, മുമ്പേറായിട്ടുള്ളൂ. ബോറടിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് തീർക്കാം. നമ്മൾ ടോപ്പിക്ക് തരും. അപ്പൊ ഇതുകൊണ്ട് പറഞ്ഞെടുക്കാം. ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് ഫണ്ടമെന്റലി സ്ട്രോങ് എന്ന് പറയാവുന്ന ഒരു കോയിൻ ആണ് ബിറ്റ് കോയിൻ എന്ന് പറയും, BTC. ബിറ്റ് കോയിന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ വില അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു, I think 40 lakhs മുകളിലാണ്, 40 ലക്ഷത്തിന് മുകളിലാണ്.
2009 ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ 0.72 പൈസ ആയിരുന്നു. 2009. 2010 കാലഘട്ടത്തിലാകുമ്പോൾ ഒരു 75 രൂപയായി. 11-12 കാലഘട്ടത്തിൽ 2 ലക്ഷം രൂപയിലേക്ക് എത്തി. 15-16 കാലഘട്ടത്തിൽ ഒരു 8 ലക്ഷം 9 ലക്ഷം രൂപയായി. ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്, അന്നൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് ഇതൊന്ന് തട്ടിപ്പാണ്, ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പക്ഷെ പല ആളുകളും, ചില ആളുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചു. അങ്ങനെ 2020-21 കാലഘട്ടത്തിൽ ഇതിന് വില 50 ലക്ഷം 60 ലക്ഷം രൂപയായി. വീണ്ടും ഇത് അതേപോലെ താഴത്തേക്ക് ഇറങ്ങണ്ട, കയറുന്ന മാത്രമല്ല, അതിനുശേഷം 60 ലക്ഷത്തിന് വീണ്ടും ഇറങ്ങിയിട്ട് 16 ലക്ഷം രൂപ വരെ എത്തി. വീണ്ടും കയറി 40ലേക്ക് എത്തി. കണക്കുകൾ പറയുന്നത് ഈ വർഷം കഴിയുമ്പോൾ 1 BTC is equal to 1 CR എന്നാണ്. അപ്പൊ ഏണിംഗ് പാമ്പന്മാരുള്ള ഒരു കണിയാണ് അല്ലേ? ഏണിംഗ് പാമ്പുള്ള ഒരു കളി എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര, അതായത് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പൈസ ഉണ്ടാക്കിയത് ഇലോൺ മസ്ക് ആണ്. ഇയാളുടെ ഭ്രാന്തമായ ആശയങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒഴിഞ്ഞു കിട്ടുന്ന പൈസ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇലോൺ മസ്കിന്റെ ടെസ്ല കാറ് BTC കൊടുത്താൽ കിട്ടും. അയാള് ക്രിപ്റ്റോ കറൻസി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ ടെസ്ല കാറുകള്, മൈക്രോസോഫ്റ്റിന്റെ ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ ഇത് കൊടുത്താൽ കിട്ടും. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട്സ് പഠിപ്പിക്കുമ്പോൾ ക്രിപ്റ്റോ കറൻസി ഞാൻ അസെറ്റ് ആക്കിയിട്ട് പഠിപ്പിക്കും. ക്യാഷ് അക്കൗണ്ട് ആയിട്ട് ക്യാപിറ്റൽ എന്നതിന് പകരം ക്രിപ്റ്റോ കറൻസി അക്കൗണ്ട് ആയിട്ട് ക്യാപിറ്റൽ, അതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലും അത് പഠിപ്പിക്കണം. ഇന്ത്യയിൽ അത് പഠിപ്പിച്ചു കഴിഞ്ഞാല് 30% ഫ്ലാറ്റ് റേറ്റ്, ഇന്ത്യയിൽ 30% ടാക്സ് ഉണ്ട്, 1% TDS ഫോർ ഈച്ച് ട്രാൻസ്ഫർ, അതും ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും ഇല്ല, ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സിന്റെ അടുത്ത് നമുക്ക് ബാധ്യത വരും. കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കൗണ്ട്സ് മേഖല ഇതൊക്കെ അറിയണം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവും. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ടോപ്പിക്കാണ്. അത് നമ്മളെ അക്കൗണ്ട്സിലൊക്കെ ആ ഒരു ടോപ്പിക് എത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ മുറിച്ച് പറയും. ആ സമയത്ത് സെഷൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതില് പുതിയ എത്ര ആളുകളുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തേ, അവർക്ക് ലിങ്ക് അയച്ചുതരാം. പുതിയ എത്ര ആളുകളുണ്ട്? പുതിയ എത്ര ആളുകളുണ്ട് സെഷന്? അവരൊന്ന്, ഒരുപാട് ആളുകളുണ്ടോ പുതിയ ആളുകൾ? എത്ര ആളുകളെ? 1 2. നമ്മുടെ അക്കൗണ്ട്സ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് ലിങ്ക് എടുക്കാൻ? ഗ്രൂപ്പിനകത്തുള്ള ആരെങ്കിലും ഉണ്ടോ? അക്കൗണ്ട്സ് കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ആ ഗ്രൂപ്പിന്റെ ലിങ്ക് എടുക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ലിങ്ക് റീസെറ്റ് ചെയ്തിട്ടാണ്. ലിങ്ക് റീസെറ്റ് ചെയ്തോ? ഓക്കെ, ഞാനൊന്ന് നോക്കാം. ഞാൻ ഒന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആർക്കൊക്കെയാണോ അതിന്റെ നമ്മുടെ അക്കൗണ്ട്സ് ഇതിലേക്ക് ആർക്കൊക്കെയാണോ ചാൻസ് വേണ്ടെന്നുള്ള വെച്ചാൽ അവരൊന്ന് പറയണം. അവർക്ക് സ്പെഷ്യൽ അവിടെ തരാം. അവിടെ മാത്രമായിരിക്കും അക്കൗണ്ട്സിന്. അവിടെ എല്ലാ ചൊവ്വാഴ്ച 2.5 മണിക്കൂറിന്റെ സെഷൻ ഉണ്ടാവും. അപ്പൊ നാളെയുണ്ട് സെഷൻ. ഇപ്പൊ കഴിഞ്ഞ സെഷനുകളെല്ലാം വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്, റെക്കോർഡിങ്സ് ഫുള്ള് കണ്ട് മെല്ലെ പ്രാക്ടിക്കലായിട്ട് പഠിച്ചു വരണം. ഫുള്ളി പ്രാക്ടിക്കലാണ്, കഥ പറച്ചിലൊന്നും ഇല്ല. കഥ പറച്ചിലില്ല മീൻസ് എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലി ബിസിനസ്സിൽ എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ജോലിക്കൂടെയും കയറിക്കോളാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സംഭവം ചെയ്തോളാം. ഓക്കെ, അത്രയും സീരിയസ് അല്ല, കുറച്ച് ടൈം എടുക്കും. ഒരു 4 to 6 months കോഴ്സ് ആയിട്ട് വരിക. നിലവിൽ ഏറെക്കുറെ എത്ര മണിക്കൂറുണ്ടാവും? 18ഓളം സെഷനുകൾ കഴിഞ്ഞു. 40-45 മണിക്കൂറിനകത്തുണ്ടോ റെക്കോർഡിങ്. നിലവിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രീമിയം സെഷൻ ആയിരിക്കും തരാം. ഞാൻ ഫുള്ളി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സെഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും ചെയ്യാം. ചിലപ്പോൾ ഇതിന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ അവിടെയും ഇവിടെയും 1-2 സെഷനുകളൊക്കെ നടത്തും. അത് എല്ലാവർക്കും ഇല്ല, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്കൊക്കെ ആയിരിക്കും ഇത് കിട്ടുക. ഓക്കെ, അപ്പൊ എന്നെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. എത്ര ആളുകൾക്ക് ആർക്കാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ എങ്ങനെയാണോ ഈ ഗ്രൂപ്പിനകത്ത് എത്തിയിരിക്കുന്നത് അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് സാധനം വരാം. ഇവിടെ കണ്ടോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറെ സമയങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വാർണിംഗ് മെസ്സേജ് വരും. വാർണിംഗ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പൊ നേരത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ കൊടുത്തു, വീണ്ടും TR നമ്പർ കൊടുത്തപ്പോൾ ഇവിടെ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ. നമ്മൾ നേരത്തെ ഇവിടെ എത്തിയിരുന്നത് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെ? പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിനകത്താണ് നമ്മൾ എത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് ഫില്ല് ചെയ്തില്ല. ഫില്ല് ചെയ്യുന്നതിന് ഇടയിലാണ് നമ്മൾ നെറ്റ് പോയത്. ഞാനിവിടെ എൻ്റെ പിൻകോഡ് അടിച്ചു കൊടുക്കുകയാണ്. രാജാഹുസൈൻ സാറെ പിൻകോഡായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ അത് മാറ്റി എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നേരെ മുമ്പോട്ടേക്ക് പോകുന്നു. സർക്കിൾ ഓട്ടോമാറ്റിക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
ഡിവിഷൻ, മലപ്പുറം ഡിവിഷൻ, റേഞ്ച്, കൊണ്ടോട്ടി റേഞ്ച്. ഓക്കെ, എല്ലാം കൊടുത്തതിന് ശേഷം എൻ്റെ ഡോക്യുമെന്റുകൾ, റെന്റഡ് ആണെങ്കിൽ റെന്റിന് വേണ്ട ഡോക്യുമെന്റുകൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം പിന്നെ വേണ്ടത് എൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസിന്റെ പ്രൂഫാണ്. അത് ഞാനിവിടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് എടുത്തു. ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതാണ് കുറച്ച് ഓടിച്ചു പോകുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ഒരു ബിസിനസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോഴേക്കും നമ്മളെ ഈ ഒരു പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ചെയ്തു GST രജിസ്ട്രേഷന്റെ 94% കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചില ബിസിനസ്സുകൾക്ക് ഒന്നിലധികം സ്ഥലത്ത് ബിസിനസ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും വരും അല്ലേ. എനിക്ക് മലപ്പുറത്ത് ബിസിനസ് ഉണ്ടാവും, കാലിക്കറ്റിൽ ബിസിനസ് ഉണ്ടാവും, ഒരേ ബിസിനസ്, സെയിം വെർട്ടിക്കൽ, ഡിഫറെന്റ് വെർട്ടിക്കൽ അല്ല, സെയിം വെർട്ടിക്കൽ. രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ സെഷൻ പറയുമ്പോൾ പറയാം. രണ്ട് കോൺസെപ്റ്റ് ഉള്ളത്, ഡിഫറെന്റ് വെർട്ടിക്കലും സെയിം വെർട്ടിക്കലും. അതായത് ഒരു പാൻ കാർഡിനകത്ത് കുറച്ച് വലിയ ടോപ്പിക്കാണ്, ഞാൻ അത് പിന്നീട് പറയാം. ഒരു പാൻ കാർഡിൽ എത്ര രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറ്റും, ഓരോ സ്റ്റേറ്റിൽ എത്ര, അതിൽ ഡിഫറെന്റ് ബിസിനസ്സുകൾക്ക് എങ്ങനെയാണ്, ഒരേ വെർട്ടിക്കൽ ബിസിനസ്സുകൾക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ അവിടെ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ചിലപ്പം ഈ ഒരു ബിസിനസ്, ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ്, എനിക്ക് കാലിക്കറ്റിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. ആ ബ്രാഞ്ച് എങ്ങനെയാണ് ആഡ് ചെയ്യുക, അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി എൻ്റെ മെയിൻ ബിസിനസ് ഇവിടെ ഞാൻ എൻ്റർ ചെയ്തു, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഇതിനകത്ത് ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഏറ്റവും താഴെയായിട്ട്, ഓക്കെ, ഈ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും താഴെ ഒരു മെസ്സേജ് ആണ്, ഹാവ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്, ഹാവ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം സേവിന് കണ്ടിന്യൂ കൊടുക്കുന്നു. സേവിന് കണ്ടിന്യൂ കൊടുത്ത് യെസ് കൊടുക്കുന്നു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസിന്റെ ഈ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ടോ, ഇവിടെ നമ്പർ 1 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ, ഇവിടെ ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ എല്ലാ ഡീറ്റെയിൽസും, അതിന്റെ പ്രിൻസിപ്പൽ പ്ലേസ്, അവിടെ റെന്റ് ആണോ, സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ, അവിടെ എന്തൊക്കെ ബിസിനസ് ആണോ ചെയ്യുന്നത്, അതൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടാമത്തതും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതും എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? ചില സമയത്ത് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഒറ്റ ബ്രാഞ്ച് ഉണ്ടാവുള്ളൂ, പിന്നീട് GST ഒക്കെ എടുത്ത് അടുത്ത ലെവലിലേക്ക് നമ്മൾ ബിസിനസ് ഇങ്ങനെ പറന്നടിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെയും ബ്രാഞ്ച് വരും, അത് നമുക്ക് പിന്നീടും ആഡ് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൊടുത്ത സംഭവങ്ങളെല്ലാം നമുക്ക് എഡിറ്റബിൾ ആണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇപ്പൊ കൊടുത്തോണ്ട് അയ്യോ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അയ്യോ വലിയ ഫൈന് വരും, ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നൊന്നും ടെൻഷൻ ഉണ്ടാവശ്യമില്ല. ആവശ്യമില്ല. ഈ ഒരു ഫേസ്ബുക്കിനകത്ത് നമ്മളൊരു പോസ്റ്റ് ചെയ്താൽ അബദ്ധമാണെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്യും, ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യും. ഇതേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, GSTയുടെ സൈറ്റിനകത്തും ചെയ്യാൻ വേണ്ടി പറ്റും. പേടിക്കാനൊന്നും ഇല്ല എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? വൺസ് എന്തെങ്കിലും എന്തായിരുന്നു, 2 കാര്യം ചോദിച്ചോട്ടെ. 2 3 ചോദിച്ചോളൂ. ഒരു 200 ദിവസം പെൻഡിംഗ് ഒക്കെ സബ്മിറ്റ് ചെയ്യാത്തതിന് അത് പനി വരും പറഞ്ഞല്ലോ, അതിനോട് കൂടിയിട്ടാണോ വരിക? 200 ദിവസം നിങ്ങൾ ഫയൽ വന്നു പറഞ്ഞല്ലോ, നിങ്ങളുടെ GST രജിസ്ട്രേഷൻ സോമോട്ടോ ക്യാൻസലേഷനിലേക്ക് പോകും. വേറെ ഫൈൻ ഒന്നും വരില്ല. ഫൈൻ വരും, അത്ര ദിവസം ഫയൽ ചെയ്തതിന് ഫൈൻ വരില്ലേ? അതുണ്ട്, അതാണ് വരും വരും വരും, ഉറപ്പായിട്ടും വരും, ഫൈൻ വരും. കണ്ടിന്യൂസ്ലി 6 months റെഗുലർ ആയിട്ട് പറഞ്ഞു. അതിന് റിട്ടേൺ പറഞ്ഞ കണ്ടിന്യൂസ്ലി നിങ്ങൾ 6 months നിങ്ങളുടെ GST നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ സുവമോട്ടോ ക്യാൻസലേഷനിലേക്ക് പോകും. ഒരു കമ്പോസിഷൻ സ്കീമാണ് നിങ്ങൾ മ്യൂട്ട്, നിങ്ങൾ പല സാധനം കേൾക്കുന്നില്ല, ആ ഒരു ഒറ്റ പോയിന്റ് ആക്കി പറയാം. ഇപ്പം റെഗുലറിൽ 6 months കണ്ടിന്യൂസ്, ഉദാഹരണം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സുവമോട്ടോ ക്യാൻസലേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു കമ്പോസിഷൻ സ്കീമാണെങ്കിൽ, കമ്പോസിഷൻ സ്കീം 3 മാസത്തിലേക്ക് ഫയൽ ചെയ്യുന്ന ആളുകളാണ്, അവർ കണ്ടിന്യൂസ് ആയിട്ട് 2 quarter 3 quarter ഒക്കെ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ GSTയും സുവമോട്ടോ ക്യാൻസലേഷനിലേക്ക് പോകാം. അങ്ങനെ ക്യാൻസലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റിവോക്കേഷൻ അപ്ലൈ ചെയ്യണം. റിവോക്കേഷനും പീരീഡ് ഉണ്ട്, ആ പീരീഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പീൽ കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ പറയാം പിന്നീട് എപ്പോഴെങ്കിലും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതൊന്ന് പൂർത്തിയാക്കാം വളരെ ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ, സ്പീഡ് കൂടുന്നൊന്നുമില്ലല്ലോ, ഞാൻ എന്തായാലും മനസ്സിലാവാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ ഓക്കെ, ഇനി
അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല എന്ന് വിചാരിക്കും. ഇല്ല എങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നോ കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു പോയാൽ മതി. ക്ലിയർ ആയില്ല? ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്ത് ഗുഡ്സ് ആണോ എന്ത് സർവീസ് ആണോ നമ്മൾ ഡീൽ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്ത് ഗുഡ്സ് ആണോ എന്ത് സർവീസ് ആണോ നമ്മൾ ഡീൽ ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഗുഡ്സും സർവീസും ഇല്ല. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഒരുപാട് ഗുഡ്സുകൾ ഉണ്ടോ, ഈ ഗുഡ്സുകൾ എല്ലാം പാടെ തന്നെ അതിലേക്ക് അകത്ത് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് മാക്സിമം 5 ഗുഡ്സുകൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ കുടുക്കിയും ചെമ്പട്ടിയും പാത്രം എല്ലാം പാടെ എഴുതേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട 5 എണ്ണം എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. സർവീസ് ആണെങ്കിലും പ്രധാനപ്പെട്ട 5 സർവീസുകൾ മാത്രം എന്ത് ചെയ്യാം, ഇതിനകത്ത് എൻ്റർ ചെയ്യാം. എല്ലാ സർവീസുകളും എൻ്റർ ചെയ്ത് ഇതൊരു സോഫ്റ്റ്വെയർ ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ചെയ്യണം, ഉദാഹരണം ഗുഡ്സ് ആൻഡ് സർവീസിൽ ഇവിടെ ഞാൻ ഒരു മൊബൈൽ, ഓക്കെ, ഇവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ HSN നമ്പർ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ ഞാൻ ജസ്റ്റ് 2-3 കാര്യങ്ങൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെ ചെയ്താൽ പോരെ സാർ? എന്താണ്? ഗ്രോസറി ആണ്, പലചരക്കാണെങ്കിൽ മുഴുവൻ ഗ്രോസറി എന്നും എഴുതിയ പോരെ, ഒരു 4 എണ്ണം. യെസ്, അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ. മറ്റേത് നമ്മൾ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും എഴുതാന്നൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആക്കി മാറ്റണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ മെസ്സേജ് വന്നു. എന്താ മെസ്സേജ്? യു ക്യാൻ ആഡ് ഓൺലി 5 റെക്കോർഡ്സ്. 5 എണ്ണം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കണം. ക്ലിയർ ആയില്ലേ? വേണമെങ്കിൽ ഒരു സാധനമായിട്ട് നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് കൊണ്ട് പോകാം. മാക്സിമം 5 എണ്ണം എപ്പോഴും ശ്രദ്ധിക്കാം. തിരിഞ്ഞില്ലേ? ഇനി സർവീസ് ആണെങ്കിൽ ഈ ഗുഡ്സിന്റെ തൊട്ടിപ്പുറത്ത് സർവീസ് എന്ന് കാണുന്നത്. ഈ സർവീസിൽ തന്നെ ഇപ്പൊ ഉദാഹരണം ചിലപ്പോൾ ഞാനൊരു എന്താ പറയാ ഒരു IT സംഭവമാണെങ്കിൽ IT-യുടെ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ ടെക്നോളജി കൺസൾട്ടിങ് സർവീസ് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇനി എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ മാക്സിമം 5 റെക്കോർഡ്സ് ആണ് ഒരു GST-ക്കകത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. സെറ്റല്ലേ? ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന 5 കാര്യങ്ങൾ, ഒന്നുകിൽ 5 ഗുഡ്സ് അല്ലെങ്കിൽ 5 സർവീസ്. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ സർ, നമുക്ക് പിന്നീട് നമ്മൾ ആദ്യം GST എടുത്തപ്പോ ഒരു ഇപ്പൊ 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് ചേർത്തെങ്കിൽ പിന്നീട് നമുക്കത് പിന്നെ അതിന്റെ കൂടെ ചേർക്കാൻ പറ്റും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ചേർക്കാം. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ. ഇപ്പം അത് മാത്രമല്ല ചിലപ്പോ ഇപ്പോ ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ഏരിയ ശ്രദ്ധിച്ചോളൂ. ഞാനിപ്പോ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് എൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ വരുന്നു, എൻ്റെ ബിസിനസിന്റെ മുകളിലോടുകൂടി ഒരു പാലം വരുന്നു. അപ്പൊ എൻ്റെ ബിസിനസ് അവിടെ നടക്കാതായി. അപ്പൊ ഞാൻ ഈ ബിസിനസ് മൊത്തം എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടു. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ പ്ലേസ് ഒക്കെ മാറ്റണം. ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അമെൻഡ്മെന്റ് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുമോ? എങ്ങനെ നമ്മൾ അതിനുവേണ്ടി അമെൻഡ്മെന്റ് ആപ്ലിക്കേഷൻ ഇടണോ? അതിനുവേണ്ടി അമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ കാണിക്കണേ അമെൻഡ് എങ്ങനെ ചെയ്യാന്നുള്ള. ശരി, നമ്മളിവിടെ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അമെൻഡ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞത്, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തും, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതെല്ലാം ഇവിടെ അതിന് നമ്മുടെ സൈറ്റ് വഴി അമെൻഡ്മെന്റ് ആപ്ലിക്കേഷൻ ഇടണോ? സൈറ്റ് ആപ്ലിക്കേഷൻ ഒന്നും, അത് വളരെ സിമ്പിൾ പ്രോസസ്സിലൂടെ നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ 1-2 വേർഡ് എത്തിയാൽ ആ വേർഡ് മാത്രം മാറ്റി നമ്മൾ സേവ് ചെയ്യില്ലേ, ദാറ്റ്സ് ഓൾ. അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സംഭവിക്കും. ചിലപ്പോൾ ബിസിനസിന്റെ പ്ലേസ് മാറാം. ബിസിനസ്സിൽ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ആ പ്രൊഡക്റ്റിന് ഇനിയൊരു ലൈഫ് ഇല്ലാത്ത രീതിയിൽ മാറി, അങ്ങനത്തെ ട്രെൻഡ് തന്നെ മാറി. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ സെയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇതൊക്കെ ബിസിനസ്സിൽ നടക്കും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. സെറ്റല്ലേ? ഓക്കെ, ഇത് ഫുള്ള് ഇങ്ങനെ പ്രാക്ടിക്കലി പറഞ്ഞ എന്താ അറിയോ, ഇതൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ കൺസൾട്ടിങ് മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേറെ അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരുമോ, ഇങ്ങനെ ചെയ്താൽ അതാവോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളി. അപ്പം നമ്മൾ GST രജിസ്ട്രേഷൻ എത്ര ഭാഗം കഴിഞ്ഞു? 96%. ഗുഡ്സ് എല്ലാം ചെയ്തു. ഇനി സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ ആണ്, നിർബന്ധമില്ല, ചെയ്യണ്ട. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ക്ലയന്റ് പറയാണ് എനിക്കൊരു EC കോഡ് ഉണ്ട്, അതിൽ അപ്ലൈ ചെയ്തോളൂ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതൊന്ന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സൈസ് ലൈസൻസ് നമ്പർ ഉണ്ട്, അത് ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാം.
കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. സാധാരണ രീതിയിൽ ആരും കൊടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ സേവന കണ്ടിന്യൂ അടിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. അടുത്തത് ആധാർ ഒതന്റിക്കേഷൻ ആണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേ, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി ഞാൻ മുമ്പോട്ടേക്ക് പോകുന്നില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വെരിഫിക്കേഷൻ ബോക്സിലേക്ക് പോകും. വെരിഫിക്കേഷൻ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ പേര് കൊടുക്കുന്നു, എൻ്റെ പ്ലേസ് കൊടുക്കുന്നു, സബ്മിറ്റ് വിത്ത് EVC കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിലേക്ക് ഒരു OTP വരും. OTP കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ GSTയുടെ രജിസ്ട്രേഷൻ സക്സസ് ആയി. എനിക്ക് ഒരു ARN നമ്പർ കിട്ടും, അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ. അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക്, മാക്സിമം 3 to 4 days കൊണ്ട് നമുക്ക് GST രജിസ്ട്രേഷൻ കിട്ടും. സാർ അതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫീൽഡ് വിസിറ്റ് ഉണ്ടാവോ? ചില കേസുകളിൽ ഫീൽഡ് വിസിറ്റ് ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. അപ്പൊ എന്തിന്റെ ബേസിലാണ് ഇത് വരിക എന്നുള്ളതായിരിക്കും ചോദ്യം. നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ സൈറ്റ് വിസിറ്റ് ഉണ്ടാവും. ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം ഓൺലൈനിൽ തന്നെ നടക്കും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? നമുക്ക് കിട്ടുന്നത് AR നമ്പറാണ്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഈ AR നമ്പർ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ട്സ് നമുക്ക് ട്രാക്ക് ചെയ്യാം. നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ ആരെടുത്താണ് ഇരിക്കുന്നത്, എന്താണ് ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ്, നമുക്ക് എപ്പോഴാണ് ഇത് കിട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അനസ, നിങ്ങൾ വീഡിയോ ഓഫ് ആയിക്കോളേട്ടോ. നിങ്ങൾ വണ്ടിയിലല്ലേ? നിർത്തിയിട്ടതാണെങ്കിൽ മാത്രം വീഡിയോ എടുത്ത് വെച്ചത്, ഇല്ലെങ്കിൽ ഓഫ് ചെയ്തോളൂ കേട്ടോ. അനസ, ഹലോ, നിങ്ങൾ വണ്ടിയിലാന്ന് തോന്നുന്നുണ്ട്. അനസാലെ ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ. അത് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പരലോകത്തെത്തും. ഓഫ് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങൾ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ഓക്കെ, അതിൽ നിർത്തിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ GSTയുടെ രജിസ്ട്രേഷൻ എടുക്കുന്ന രീതി. ഇങ്ങനെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കിട്ടും. ഇങ്ങനെ വൺസ് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നിങ്ങളുടെ സെയിൽസിന്റെ വിവരങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അതിനെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക, റിട്ടേൺ കാണിക്കുക, ടാക്സ് ഫയൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുമ്പൊക്കെ എന്നറിയോ, മുമ്പത്തെ ഒരു അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഞാനൊക്കെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് വാട്ട് ഈസ് GST എന്ന് ചോദിക്കും. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ വിടും. ഇന്ന് അതല്ല, ഇന്ന് കൃത്യമായിട്ട് ചോദിക്കും. GSTയുടെ സൈറ്റിനകത്ത് കയറി GSTR 1 കാണുന്ന ഇ-കൊമേഴ്സ് സൈറ്റിനകത്ത് എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഡോക്യുമെന്റ് ഇഷ്യൂഡിൽ എന്ത് കൊടുക്കണം, B2B ബില്ല് B2C ലാർജിൽ എങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാത്തവൻ പഠിക്കും, ജോലി ഉണ്ടാവില്ല. ഇന്നത്തെ ട്രെൻഡേ മാറിക്കണം. GST അറിയാത്ത ആൾക്ക് ഇന്ന് പണിയനല്ല. ഇന്റർവ്യൂവിന് പോയ എത്ര ആളുകൾ ഇന്റർവ്യൂവിന് പോയിട്ട് ഫെയിൽ ആയ ആളുകളുണ്ട് GST അറിയാത്തതുകൊണ്ട്? ആരെങ്കിലും ഉണ്ടായില്ലേ? GSTയിൽ വിലങ്ങ് ചോദിച്ചിട്ട് കിട്ടാത്ത ആൾ ഇന്ന് പഴയ മാനൊന്നല്ല, ഇന്ന് സ്വന്തം GST എല്ലാവരും ഫയൽ ചെയ്യാം. വേറെ ആളുകളുടെ അല്ലേ പ്രസാദ് സാറെ, അവനാന്റെ GST അവനാൻ തന്നെ ഫയൽ ചെയ്യല്ലേ? നിങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഫയൽ ചെയ്യുന്നു അല്ലേ? അല്ല, ചെയ്യുന്നില്ലേ കുറെയൊക്കെ? ഓക്കെ, നമ്മളിങ്ങനെ 2020 എങ്ങാനും പഠിച്ചാലേ, 21 അങ്ങനെ എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ എനിക്ക് സ്വന്തം ചെയ്യാനായിട്ട് സാറേ ഞാൻ പഠിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ വേറെ ഒരാളാ ചെയ്യണത്. വേറെ ആളാ ചെയ്യുന്ന? ഞാൻ അക്കൗണ്ട്സ് എല്ലാം പഠിച്ച് അക്കൗണ്ട്സ് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഗ്യാപ്പ് വന്നുപോയി. അപ്പൊ അത് കാരണം പിന്നെ ആകെ ബുദ്ധിമുട്ടായി പോയി. പക്ഷെ ഇപ്പൊ വേറൊരാളെ ചെയ്യണം. അത് എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് കുറെ നാളുകളായി ഞാൻ നോക്കിക്കൊണ്ട് കിടക്കണത്. എന്തായാലും ഈ ഏപ്രിൽ തുടങ്ങി ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാൻ തന്നെ ചെയ്യാന്നുള്ള ഇതിലാ. നിങ്ങൾ ആദ്യമായിട്ടാണോ എന്നെ സെഷൻ അറ്റൻഡ് ചെയ്യണല്ലോ? ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോ എനിക്ക് അന്ന് ലൈവിൽ വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇത് മറ്റേ റെക്കോർഡിങ് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അക്കൗണ്ട്സിന്റെ സെക്ഷനിൽ വന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ആ കുട്ടി എന്നോട് പറഞ്ഞു, എനിക്കിപ്പോ അന്ന് ലൈവിൽ വരാൻ പറ്റാത്ത കാരണം വേറെ ഒരു ദിവസത്തേക്ക് ഞാൻ ഇട്ടു തരാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നത്. അപ്പൊ ഇന്നിപ്പോ കംപ്ലീറ്റ് ആയിട്ട് കേറാൻ പറ്റി. നേരത്തെ ബിസിനസ് എന്താണാവോ? ഞങ്ങക്ക് പ്രസ്സാണ്, പ്രിന്റിംഗ് പ്രസ് ആണ്.
ചെയ്യാം. ഓക്കെ ഓക്കെ ശരി എറണാകുളമാണ് എറണാകുളം. ഓക്കെ നൈസ്. ഓക്കെ ചന്ദ്രജിത്ത് ചന്ദ്രജിത്തോടെ എന്തൊക്കെ ആ വിശേഷങ്ങൾ? സ്വന്തമായിട്ടാണ് ഞങ്ങള്. ചന്ദ്രജിത്തോടെ ചന്ദ്രജിത്ത് സാറേ പറയൂ. എന്തൊക്കെ വിശേഷങ്ങള്? തന്നെ അടിപൊളിയല്ലേ? ഓ ഈ സെഷൻ മുഴുവനായിട്ട് ഇരുന്നോ? ഉണ്ട്. ഓക്കെ ഓക്കെ. കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. ചന്ദ്രജിത്ത് എന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആട്ടോ. എന്റെ അടുത്ത് വന്ന് എന്റെ ഓഫ്ലൈനിൽ വന്നിരുന്ന് പഠിച്ച ആളാ. ഇന്ന് GST ഇല്ലായിരുന്നു അല്ലെ? അക്കൗണ്ട്സിന്റെ കുറച്ച് കാര്യങ്ങളല്ലേ? അക്കൗണ്ട്സ് എങ്ങനെ പൊളിയായിരുന്നല്ലേ? ഓ അടിപൊളി ക്ലാസ്. ഇതുവരെ ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. എന്നെ പൊന്തിക്കാൻ വരെയൊന്നും വേണ്ട. ഞാൻ അങ്ങനെയാണ്. അതല്ല ഇതിന് മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പകുതി വെച്ച് പോയ സാറത്തിന് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന്. കൂടുതൽ നമ്മൾ എടുക്കുന്നില്ല. മറ്റൊരു ദിവസം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ടേക്ക് പ്രോസസ് ചെയ്ത് പോകും.